السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഫിഖ്ഹ് പഠന ക്ലാസ്സിൽ തസ്ഹീദുൽ ഫിഖ്ഹ് എന്ന കിതാബ് അടിസ്ഥാനമാക്കി കിതാബു സ്വലാ, നിസ്കാരം എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഷുറൂത്തുസ്സലാ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്നതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ബാബ്. 1384 മസ്അല വരെ പഠിച്ചു കഴിഞ്ഞു. ഇനി 1385 മസ്അലയാണ് എടുക്കാനുള്ളത്. അഥവാ നമ്മൾ ളുഹ്ർ, അസ്ർ, സുബ്ഹി എന്നിവയുടെ സമയം പറഞ്ഞു. ഷർത്തുകൾ പറഞ്ഞത് സമയമാവൽ എന്നാണ്. ആ സമയമാവൽ 5 വക്ത് നിസ്കാരത്തിൻ്റെയും സമയം ഏതാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ മസ്അലയിൽ മഗ്രിബിൻ്റെ സമയമാണ് പറഞ്ഞത്. സൂര്യാസ്തമയം അതിന് ഏതാണ് പരിഗണിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അവരുടെ അസ്തമനം എങ്ങനെയാണ് കണക്കാക്കുക എന്നതുമാണ് അവസാനമായി ചർച്ച ചെയ്തത്. 1385 യസ്തമിറു വഖ്തുൽ മഗ്രിബി ഇലാ അൻ യഗീബ അശ്ശഫഖു. യസ്തമിറു വഖ്തുൽ മഗ്രിബ്, മഗ്രിബിൻ്റെ സമയം സ്ഥിരമാകും, നിലനിൽക്കും. ഇലാ അൻ യഗീബ അശ്ശഫഖു, ഷഫഖ് മായുന്നത് വരെ, ശോഭ മായുന്നത് വരെ. സൂര്യൻ അസ്തമിച്ചാലും അന്തരീക്ഷത്തിലുണ്ടാകുന്ന, ആകാശത്തിലുണ്ടാകുന്ന അതിൻ്റെ ഒരു ശോഭയുണ്ടാകും. അതിനാണ് ഷഫഖ് എന്ന് ഉപയോഗിക്കുക. ഷഫഖുൽ അഹ്മർ എന്ന് പറയാറുണ്ട്, ഷഫഖ് എന്നും പറയാം. ആ ഷഫഖ് അസ്തമിക്കുന്നത് വരെ അവിടെ നമ്പർ 1 കാണാം, അഷ്ഷഫഖുൽ അഹ്മർ വമാ യതഹവ്വലു ഇലൈഹി മിൻ ബയാദിൻ വസുഫ്റത്തിൻ മുഅ്തദത്തിൻ ഫിൽ ഉഫഖി എന്നാണ്. സൂര്യൻ്റെ അസ്തമന ശേഷമുണ്ടാകുന്ന കടും ചുവപ്പ്, അത് വെള്ളയിൽ നിന്ന് പിന്നീട് മഞ്ഞയിലേക്കും പിന്നീട് അങ്ങനെ മാറി വരുന്ന ആ ശോഭയാണ് അവിടെ ഷഫഖ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ആ ഷഫഖ് അസ്തമിക്കുന്നത് വരെ, അത് മായുന്നത് വരെ മഗ്രിബിന് സമയമുണ്ട്. അപ്പോൾ സൂര്യൻ അസ്തമിച്ചാൽ മഗ്രിബിന് സമയം ആരംഭിച്ചു. അവിടെ മുതൽ അസ്തമന ശോഭ മായുന്നത് വരെയും മഗ്രിബ് നിസ്കരിക്കാൻ പറ്റും. വഹാദ ഖൗലുൽ ജുംഹൂർ, ഇതാണ് ഭൂരിപക്ഷ അഭിപ്രായത്തിൻ്റെയും അഭിപ്രായം. താഴെ കണ്ട വഹാദ മദ്ഹബുൽ ഹനഫിയ്യ വൽ ഹനാബില വഖൗലുൻ ഇൻദൽ മാലിക്കിയ്യ വഇൻദ ശാഫിഇയ്യ. ഇതാണ് ഹനഫി മദ്ഹബ്, ഇതാണ് ഹംബലി മദ്ഹബ്. മാലിക്കിയുടെയും ഷാഫിയുടെയും ഒരു അഭിപ്രായവും ഇതാണ്. മാലിക്കിയിൽ 2 അഭിപ്രായമുണ്ട്, ഷാഫി മദ്ഹബിലും 2 അഭിപ്രായമുണ്ട്. എന്നാൽ ഹംബലി മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഇതാണ് മദ്ഹബിൻ്റെ അഭിപ്രായം. അതിലെ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ടാകാം. മദ്ഹബിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ അഭിപ്രായമാണ്. ഷാഫി മദ്ഹബിൽ 2 അഭിപ്രായമുണ്ട്. ഒന്ന് ഇത് തന്നെയാണ്, ഷഫഖുൽ അഹ്മർ മായുന്നത് വരെ. മറ്റൊരു അഭിപ്രായം, ബാങ്ക് വിളിച്ച് വുദൂ ചെയ്ത് അവിടുത്തെ മടച്ച് 5 റക്അത്ത് നിസ്കാരം നിസ്കരിക്കാൻ എത്ര സമയം വേണോ അത്രയും സമയമുള്ളൂ മഗ്രിബിന് എന്നാണ്. ബാങ്ക് വിളിക്കുക, ഇഖാമത്ത് വിളിക്കുക, അതിന് വുദൂ ചെയ്യുക, അവിടുത്തെ മടക്കുക, 5 റക്അത്ത്, അതായത് ഫർള് 3 സുന്നത്ത്
രണ്ടും 5 റക്അത്ത് നിസ്കരിക്കുക. ഇതിന് മൊത്തം എത്ര സമയം വേണോ ആ സമയമാണ് മഗ്രിബിൻ്റെ സമയം എന്നാണ് ഷാഫി മദ്ഹബിലെ ഒരഭിപ്രായം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പള്ളികളിലൊക്കെ ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ ദിക്റുകൾ പോലും ചെല്ലാതെ വേഗം ഓല് ഇല്ലാത്ത കൂട്ടുപുറത്ത് നിൽക്കുന്നത്. ഉള്ള ദിക്റുകളൊക്കെ കട്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ ദിക്റുള്ളത് സുബഹിക്കും മഗ്രിബിനുമാണ്. പക്ഷെ നമ്മൾ സമസ്ത പള്ളിയിൽ പോയാലോ മഗ്രിബിന് ഒന്നും ഉണ്ടാവില്ല. സലാം വിട്ട വേഗം മറ്റേ ദുആ എടുക്കും. പിന്നെ കാരണം വെച്ചാൽ സമയം കഴിയുന്നതാണ്. സമയം കഴിയുന്ന ഒരു അഭിപ്രായം ഉള്ളതുകൊണ്ട് തന്നെ ആ സുന്നത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതിന് മറ്റേ സുന്നത്ത് ഒഴിവാക്കി പകരം വിധേയത്തോടെ നടപ്പാക്കി എന്നിട്ടും ഇനി പോകരുതെന്നുള്ളതിലേക്കാണ് അവിടെ ധൃതി കൂട്ടി പോകുന്നത്. സാധാരണ എല്ലാ വക്തിലും കുലുവല്ലാഹും അതേപോലെ മുഅവ്വിദത്തിനൊക്കെ 1 വട്ടം ഓതണം, അവിടെ 3 വട്ടം ഓതണം. അതേപോലെ മറ്റു ദിക്റുകളൊക്കെ 10 പ്രാവശ്യം 7 പ്രാവശ്യം ചെല്ലണം. എന്നാൽ സാധാരണ ളുഹുറിലും അസ്റിലും ചെല്ലുന്ന അത്രയും കൂടി മഗ്രിബിന് ശേഷം ഇവർ ദിക്ർ അവിടെ ചൊല്ലാറില്ല. അത് പിന്നെ ചെല്ലാന്നൊരു പറയണത് അത് കഴിഞ്ഞ ശേഷം പിന്നെ സ്വതന്ത്രമായി ചൊല്ലിക്കോളും എന്നാണ് ന്യായം പറയാം. ഏതായിരുന്നാലും ഷഫഖ് മായുന്നവരെ എന്നതാണ് ഖൗലുൽ ജുംഹൂർ, ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം അതാണ്. പിന്നെ എന്നാൽ അവിടെ കണ്ടോ അടുത്ത പേജിന് താരീഖ് തുടക്കം തന്നെ അമ്മ ആഖിറു വഖ്തിഹാ ഫഖദ് കന അന്നൽ മശ്ഹൂറ ഫീ മദ്ഹബിനാ അന്ന ലഹാ വഖ്തൻ വാഹിദൻ വഹുവ അവ്വലുൽ വഖ്ത്. അവ്വലുൽ വഖ്താണ് അതിനാകെയുള്ള പിന്നെ സമയം എന്ന് പറഞ്ഞവർ ഉണ്ട്. ശറഹ് മുദബിലൊക്കെ പറയുന്നു. എന്നാൽ 2 സമയമുണ്ട് എന്ന അഭിപ്രായമാണ് കൂടുതൽ ശരി എന്ന് നബി മുഹമ്മദ് റഹ്മത്തുള്ളാഹി പറയുകയും ചെയ്യും. അപ്പോൾ 2 അഭിപ്രായം ഷാഫി മദ്ഹബിൽ ഉണ്ട് എന്നർത്ഥം. ലി ഹദീസ് അബി മൂസ അൽ-അശ്അരി അല്ലദി സബഖ ദിക്റുഹു ഖരീബാ. അപ്പോൾ മഗ്രിബിന് അസ്തമന ശോഭമായുന്നവരെ സമയമുണ്ട്. തെളിവെന്താണ്? ലി ഹദീസ് അബി മൂസ അൽ-അശ്അരി, അബൂ മൂസ അശ്അരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് തെളിവ്. അല്ലദി സബഖ ദിക്റുഹു ഖരീബ, തൊട്ടടുത്ത് നമ്മൾ പറഞ്ഞുവല്ലോ, മേലെ പറഞ്ഞല്ലോ മൂസ അശ്അരി പറഞ്ഞ ഹദീസ്. നബി ഞങ്ങൾ നിസ്കാരം 2 സമയത്ത് നിസ്കരിച്ചത് പറഞ്ഞു. അവിടെ സൂര്യ അസ്തമിച്ചു മഗ്രിബ് നിസ്കരിച്ചു. അടുത്ത ദിവസം അസ്തമന ശോഭ മായുന്ന സമയത്ത് മഗ്രിബ് നിസ്കരിച്ചു. എന്നിട്ട് ആ ചോദിച്ച ആളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇത് 2 സമയമാകുന്നു സമയം എന്ന് പറഞ്ഞു കൊടുത്തു. ആ ഹദീസാണ് നമുക്കിവിടെ തെളിവായിട്ടുള്ളത്. അവിടെ നമ്പർ 1 താഴെ കണ്ടോ, വൽ ഖൗലു ബി അന്ന വഖ്തൽ മഗ്രിബി വാഹിദുൻ വഅന്നഹു ഖസീറുൻ ജിദ്ദ. മഗ്രിബിന് ഒറ്റ സമയമേ ഉള്ളൂ, 2 സമയം എന്നതില്ല. ആദ്യത്തെ സമയം അവസാനത്തെ സമയം എന്ന സമയമില്ല, ഒറ്റ സമയമേ ഉള്ളൂ. അതാവട്ടെ വളരെ ചുരുങ്ങിയ സമയവുമാണ് എന്ന അഭിപ്രായം. വഅന്നഹു യൻതഹി ബി ഗുയൂബത്തിൽ ഹുംറത്തി ദൂനമായി തസ്ബിഹ മിൻ സുഫ്രത്തി മുനഹബിഹ. സൂര്യൻ്റെ ആ ചോപ്പാട് കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞു. അതിനെ തുടർന്ന് വരുന്ന അസ്തമന ശോഭയൊന്നും പരിഗണിക്കേണ്ടതില്ല എന്ന അഭിപ്രായം അത് ഫീഹി നദറുൻ കമാ ഹുവൽ മശ്ഹൂറു ഫീ മദ്ഹബി ശാഫിഇയ്യത്തി ഫീഹി നദറുൻ. അതാണ് ഷാഫി മദ്ഹബിലെ പ്രസിദ്ധ അഭിപ്രായം. ആ അഭിപ്രായം ഒന്നുകൂടെ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ലിമുഖാലഫത്തിഹി ലിമാ സബത മിൻ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹ ഫീ വഖ്തൈനി. നബി തങ്ങൾ 2 സമയത്ത് മഗ്രിബ് നിസ്കരിച്ചുവെന്ന് ഹദീസ് സ്ഥിരപ്പെട്ടു വന്നു. അപ്പം അതിനെതിരാണ്. നബി സൂര്യാസ്തമിച്ച ഉടനെ മഗ്രിബ് നിസ്കരിച്ചു ഒരു ദിവസം, പിറ്റേ ദിവസം ഇശാഇന് സമയമാകാൻ സമയത്ത് പോയിട്ട് മഗ്രിബ് നിസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് 2 സമയമാകുന്നു മഗ്രിബിൻ്റെ സമയം. അപ്പം അത് വ്യക്തമാണ്. ആ ഹദീസിന് എതിരാണ് ഈ അഭിപ്രായം. വമുഖാലിഫുൻ ലിമാ സബത മിൻ ഖിറാഅത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അഅറാഫ് ഫിൽ മഗ്രിബ്. നബി തങ്ങൾ ഒരു ദിവസം മഗ്രിബിൽ സൂറത്തുൽ അഅറാഫ് ഓതി എന്ന് അത് സ്വഹീഹ് വന്നിട്ടുണ്ട്. മഗ്രിബ് നിസ്കാരത്തിൽ നബി തങ്ങൾ സൂറത്തുൽ അഅറാഫ് പൂർണ്ണമായും ഓതി. നിസ്കരിക്കാൻ വന്നൊരാൾ വന്നപ്പോൾ നിസ്കാരം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം മൂത്രമൊഴിക്കാൻ പോയി, മൂത്രമൊഴിച്ച് വന്ന് വുളൂ ചെയ്ത് വന്നപ്പോഴും നബിയുടെ കൂടെ നിസ്കാരം പൂർണ്ണമായും എല്ലാ റക്അത്തും കിട്ടി. അദ്ദേഹം നബി തങ്ങൾ സൂറത്തുൽ അഅറാഫ് മഗ്രിബിൽ പാരായണം ചെയ്തു. അപ്പോൾ ഈ പറയുന്ന 5 റക്അത്ത് ഓതാൻ നിസ്കരിക്കാനുള്ള സമയം മാത്രമാണെന്ന് പറഞ്ഞാൽ സൂറത്തുൽ അഅറാഫ് ഓതാൻ സമയം അവിടെ ഉണ്ടാവുകയില്ല. അപ്പം ഈ സംഭവത്തിനും എതിരാണ്, നേരത്തെ പറഞ്ഞ അബൂ മൂസ അശ്അരിയുടെ ആ ഹദീസിനും എതിരാണ് ആ ഒരു അഭിപ്രായം. അതുകൊണ്ട് ആ അഭിപ്രായം ശരിയല്ല എന്നർത്ഥം. ഇനി വൽ മുറാദ് ബി ഷഫഖി, ഷഫഖ് കൊണ്ടുള്ള ഉദ്ദേശം അഷ്ഫഖുൽ അഹ്മർ, ഷഫഖുൽ അഹ്മർ ചുവപ്പ് ശോഭയാണ് ഉദ്ദേശിക്കുന്നത്.
അതായത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 1 മണിക്കൂർ 1.25 മണിക്കൂർ സമയം ആ ശോഭ ഉണ്ടാവും. അതിന് ഷഫഖുൽ അഹ്മർ എന്ന് പറയുന്ന ശോഭ. 2 തരം ശോഭ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിൽ ഷഫഖുൽ അഹ്മർ എന്ന് പറഞ്ഞത് സൂര്യൻ അസ്തമിച്ചാലും 1 മണിക്കൂർ 10 മിനിറ്റ് അല്ലെങ്കിൽ 1.25 മണിക്കൂർ വരെ ചില സീസണുകളിൽ ഉണ്ടാകുന്നതാണ് ഷഫഖുൽ അഹ്മർ. അത് കഴിയുമ്പോഴാണ് ഇഷാഇൻ്റെ ബാങ്ക് വിളിക്കുക. അപ്പോൾ സാധാരണ മഗ്‌രിബ് ബാങ്കിലും ഇഷാ ബാങ്കിനും ഇടയിൽ ഉണ്ടാകുന്ന ഗ്യാപ്പ് 1.25 മണിക്കൂറാണ്. ഒരു 70 മിനിറ്റ് 75 മിനിറ്റ് 80 മിനിറ്റ് ഒക്കെയാണ് സാധാരണ മഗ്‌രിബിൻ്റെയും ഇഷാഇൻ്റെയും ബാങ്കിനിടയ്ക്കുള്ള സമയം. അതാണ് ആ സമയം. ഷഫഖുൽ അഹ്മർ മാഞ്ഞാൽ ഇഷാഇൻ്റെ സമയമായി. അത് മായുന്നത് വരെ മഗ്‌രിബ് നിസ്കരിക്കാൻ സമയമുണ്ട്. വഹാദാ ഖൗലുൽ ജംഹൂർ, ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ലിഅന്ന അശ്ശഫഖ യുത്ലഖു ഫിൽ ലുഗത്തി അലൽ ഹുംറ. ഷഫഖ് എന്ന് നിരുപാധികം ഉപയോഗിച്ചാൽ ഉദ്ദേശിക്കപ്പെടുക ചുവപ്പ് ശോഭയാണ്. അത് സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ വെള്ള ശോഭയുണ്ട്, മഞ്ഞ ശോഭയുണ്ട്, ചുവപ്പ് ശോഭയുണ്ട്. എല്ലാത്തിനും ഷഫഖ് എന്ന് പറയാം. പക്ഷെ വെള്ളയാണെങ്കിൽ ഷഫഖുൽ അബ്യദ് എന്ന് പറയും, മഞ്ഞയാണെങ്കിൽ ഷഫഖുൽ അസ്ഫർ എന്ന് പറയും, ചുവപ്പ് ഷഫഖുൽ അഹ്മർ എന്ന് പറയും. എന്നാൽ അതൊന്നും ചേർക്കാതെ ഷഫഖ് എന്ന് മാത്രം പറഞ്ഞാൽ ഉദ്ദേശിക്കുക ഷഫഖുൽ അഹ്മറാണ്, ചുവപ്പ് ശോഭയാണ്. അതുകൊണ്ട് ഇവിടെ ഷഫഖ് മായുന്നത് വരെ എന്ന് പറഞ്ഞ ഉദ്ദേശം ഷഫഖുൽ അഹ്മർ, ചുവപ്പ് ശോഭ മായുന്നത് വരെ എന്നാണ്. ഷഫഖുൽ അബ്യദ്, ഇനി ഷഫഖുൽ അബ്യദാണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യുഅദ്ദി ഇലാ അൻ യഅതിയ സുലുസുൽ ലൈലി ഫീ ബഅദിൽ അമാകിൻ ഫീ സ്വൈഫി വഹുവ ലം യഗ്ബ് ബഅദു. ചില പ്രദേശങ്ങളിൽ ഉഷ്ണകാലത്ത് ഒരു പക്ഷേ രാത്രിയുടെ 3-1 കഴിയുമ്പോഴും ഈ ഷഫഖുൽ അബ്യദ് മായാതിരിക്കും. വെള്ളശോഭ അസ്തമന ശേഷം ഉണ്ടാകുന്ന വെളുത്തൊരു ശോഭ, ആ ശോഭ ഒരു പക്ഷേ അത്ര പെട്ടെന്ന് അസ്തമിക്കണമെന്നില്ല. ചുവപ്പ് ശോഭ അസ്തമിച്ചാലും ഷഫഖുൽ അബ്യദ് ബാക്കിയുണ്ടാകും. അപ്പം ഷഫഖുൽ അബ്യദ് മാഞ്ഞാലാണ് മഗ്‌രിബ് സമയം കഴിയാതെ പറഞ്ഞാൽ ഒരു പക്ഷേ രാത്രി 12 മണി വരെ 11 മണി വരെയൊക്കെ മഗ്‌രിബ് സമയമുള്ള ചില സീസണുകൾ ചില നാടുകളിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് അത് ശരിയല്ല എന്നാണ്. വല്ലാഹു അഅലം. 1387 വശഫഖുൽ അഹ്മറു, ഷഫഖുൽ അഹ്മർ യഗീബു, അത് അസ്തമിക്കും ബഅദ ഗുറൂബി ശംസി, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ബിസ്സാഅത്തിൻ വാഹിദത്തിൻ തഖരീബ, ഏതാണ്ട് 1 മണിക്കൂർ സമയം കൊണ്ട് അത് അസ്തമിക്കും. വഖദ് യസിലു ഇലാ സഅത്തിൻ വസ്നതൈ അശ്റത ദഖീഖതൻ ഖാസ്സതൻ ഫീ ഫസ്ലി സ്വൈഫി, ചിലപ്പോൾ 1 മണിക്കൂറും 12 മിനിറ്റും വരെ അതുണ്ടാകും, വിശിഷ്യ ഉഷ്ണകാലഘട്ടത്തിൽ. ഉഷ്ണകാലം വരുമ്പോൾ അവിടെ ഷഫഖുൽ അഹ്മർ കുറച്ചുകൂടെ നീണ്ടു നിൽക്കാറുണ്ട് എന്നർത്ഥം. അവിടെ നമ്പർ 6 താഴെ ഉണ്ട്, അത് വിശദമായി അത് കൊടുക്കുന്നുണ്ട്. ഷർഹുൽ ഫിഖ്ഹി പറഞ്ഞ ചർച്ചകൾ. ആധുനിക കണക്ക് പ്രകാരം മഗ്‌രിബിന്റെ സമയം സൂര്യൻ അസ്തമിച്ചിട്ട് 1 മണിക്കൂറും 10 മിനിറ്റും തഖരീബൻ ഏകദേശം. വഖ്തുൽ മഗ്‌രിബി മിൻ ഗുറൂബി ശംസി ഇലാ മഗ്‌രിബി ഷഫഖുൽ അഹ്മർ വഹുവ യഖ്തലിഫ്, അത് സമയം വ്യത്യാസം വരും. ചിലപ്പോൾ ഇതിനിടയിൽ ഉണ്ടാകും സഅത്തും വറുബഉൻ 1.25 മണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂറും 32 മിനിറ്റും വരെ ഉണ്ടാവാം. വദാലിക വഖ്തുൽ ഇശാ ഇൻദ നാസ് അൽ ആൻ ലാ ബഅസ ബിഹി വാഹിദുൻ വനിസ്ഫ് ഉറൂബി, ചില സ്ഥലത്ത് ഇശ 1.5 മണിക്കൂർ സമയം ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ടാണെന്നാണ്. ചില പ്രദേശങ്ങളിൽ മഗ്‌രിബ് ബാങ്ക് വിളിച്ചാൽ 1.5 മണിക്കൂർ വേണ്ടി ഇശാ ബാങ്ക് കൊടുക്കും. അപ്പം അങ്ങനെ ചില പ്രദേശങ്ങൾ ഉണ്ടാവാം. പ്രദേശത്തിന് ഉയർച്ചയും അതേപോലെ സൂര്യൻ്റെ ഗതിയും അതേപോലെ ഈ ഉഷ്ണകാലം ശൈത്യകാലം വ്യത്യാസം വരുമ്പോഴൊക്കെ അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പോൾ സാധാരണഗതിയിൽ 1 മണിക്കൂർ മുതൽ 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്നതാണ് ഷഫഖുൽ അഹ്മർ, ചുവപ്പ് ശോഭ. അത് അസ്തമിക്കുന്നത് വരെ മഗ്‌രിബിന് സമയമുണ്ട്. വല്ലാഹു അഅലം. 1388 മസ്അല, യദ്ഖുലു വഖ്തുൽ ഇശാഇ, ഇശാഇന്റെ സമയം ആരംഭിക്കും ബിഗുറൂബി ഷഫഖിൽ അഹ്മരി, കടും ചുവപ്പ് അസ്തമിക്കൽ കൊണ്ട്. ആ ചുവപ്പ് ശോഭ അസ്തമിച്ചാൽ ഇശാഇന്റെ സമയമായി. വഹാദാ മുജ്മഉൻ അലൈഹി ഫിൽ ജുംല, ഇത് മൊത്തത്തിൽ ഇജ്മാ ഉള്ള കാര്യമാകുന്നു. ഷഫഖ് അസ്തമിച്ചാൽ ഇശ ആയി, അതിന് ഖിലാഫ് പൊതുവെ ഇല്ല. ഞാൻ ഷഫഖ് അഹ്മറാണോ അബിയദാണോ എന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ഷഫഖ് അസ്തമിച്ചാൽ
ഇഷാ ആയി എന്ന് പൊതുവെ ഇജ്മാ ഉള്ള കാര്യമാണ്. ലിമാ റവാ മുസ്ലിമുൻ അൻ അബ്ദുല്ലാഹി ബിൻ അംറിൻ റളിയല്ലാഹു അൻഹുമാ മർഫൂഅൻ. തെളിവെന്താണ്? ഷഫഖ അസ്തമിച്ച ഇശാ ബാങ്കായി. തെളിവ് ലിമാ റവാ മുസ്ലിമുൻ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അൻ അബ്ദുല്ലാഹി ബിൻ അംറിൻ, അബ്ദുല്ലാഹി ബിൻ അംറിൽ നിന്ന് മർഫൂഅൻ, നബിയിലേക്ക് ചേർത്തിക്കൊണ്ട്. ഇപ്പം നബി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ബിൻ അംർ പറഞ്ഞതായി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വഖ്തുൽ ളുഹ്രി, ളുഹറിന്റെ സമയം മാലം യഹ്ദുൽ അസ്ർ, അസ്ർ ആവാത്രത്തോളം വരെയാണ്. വഖ്തുൽ അസ്രി, അസ്റിന്റെ സമയം മാലം തസ്ഫരി ശംസു, തസ്ഫരി ശംസു, സൂര്യൻ മഞ്ഞയാവാത്രത്തോളം സമയമാണ്. വഖ്തുൽ മഗ്രിബി, മഗ്രിബിന്റെ സമയം മാലം യസ്കുതി ശഫഖു, ശഫഖ് മായാത്രത്തോളമാണ്. വഖ്തുൽ ഇശാഇ, ഇശാഇന്റെ സമയം ഇദാ നിസ്ഫിൽ ലൈലി, രാത്രിയുടെ മധ്യം വരെയാണ്. വഖ്തുൽ ഫജ്രി, ഫജ്റിന്റെ സമയം മാലം തത്ലുഇ ശംസു, സൂര്യ അസ്തമിക്കാത്തത് വരെയാണ്, ഉദിക്കാത്തത് വരെയാണ് എന്ന ഹദീസാണ് തെളിവ്. അപ്പൊ ശഫഖ് മായുന്നത് വരെ മഗ്രിബിന്റെ സമയം എന്ന് പറഞ്ഞു. അപ്പൊ മാഞ്ഞാ പിന്നെ ഇശാന്റെ സമയമായി എന്നതിൽ നിന്ന് മനസ്സിലായി. അത് വരുന്നുണ്ട്. ഇത് ഇശാന്റെ സമയം പ്രവേശിക്കണം പറഞ്ഞു. വഖ്തുൽ ഇശ, ഇശാന്റെ സമയം പ്രവേശിക്കൽ അസ്തമന ശോഭം മാഞ്ഞത് മുതലാണ്. ഏതുവരെ? യസ്തമിറു വഖ്തുൽ ഇഖ്തിയാർ. അടുത്ത മസ്അല, യസ്തമിറു വഖ്തുൽ ഇഖ്തിയാർ, ഇഖ്തിയാരിയായ സമയം. ഇശാഇന്റെ സമയം രണ്ടെണ്ണം. ഒന്ന് ഇഖ്തിയാർ, ഏറ്റവും നിസ്കരിക്കാൻ അനുയോജ്യമായ സമയം. രണ്ട് ഇൽത്തിറാർ, നിവൃത്തിയില്ലെങ്കിൽ മാത്രം അതിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാവുന്ന സമയം. വഖ്തുൽ ഇഖ്തിയാർ എന്നത് ഇലാ നിസ്ഫിൽ ലൈൽ, രാത്രിയുടെ മധ്യം വരെയാണ്. അപ്പോൾ ഇശാ നിസ്കാരം നിസ്കരിക്കേണ്ടത് എപ്പോൾ എന്ന് ചോദിച്ചാൽ അസ്തമന ശോഭ മാഞ്ഞത് മുതൽ അർദ്ധരാത്രി വരെയാണ് ഏറ്റവും നല്ല സമയം. ന്യായമായ കാരണങ്ങളില്ലാതെ ആ സമയത്തിന് അപ്പുറത്തേക്ക് ഇശാവിനെ പിന്തിപ്പിക്കാൻ പാടില്ല. ഫൈദൻ തസഫൽ ലൈലു, രാത്രി പകുതിയായാൽ ഫഖദ് ഇൻതഹ വഖ്തുൽ ഇഖ്തിയാരി ലിസ്വലാത്തിൽ ഇശാ, ഇശാഇന്റെ ഇഖ്തിയാർ സമയം, നല്ല അനുഗുണമായ സമയം, അത് അവസാനിച്ചു. താഴെ നമ്പർ 3 ഉണ്ട്. വഹാദാ മദ്ഹബുൽ ഹനഫിയ്യ, ഇത് ഹനഫി മദ്ഹബിലെ അഭിപ്രായം ഇതാണ്. വഖൗലുൻ ഇൻദൽ മാലിക്കിയ്യ, മാലിക്കി മദ്ഹബിലെ ഒരു അഭിപ്രായം ഇതാണ്. വഖൗലുൻ ഇൻദ ഷാഫിഇയ്യ, ഷാഫി മദ്ഹബിലെയും ഒരു അഭിപ്രായം ഇതാണ്. വഖൗലുൻ ഇൻദൽ ഹനാബില, ഹംബലി മദ്ഹബിലെ ഒരു അഭിപ്രായം ഇതാണ്. വൽ മശ്ഹൂറു ഫിൽ മദാഹിബി സലാസ, എന്നാൽ ഈ 3 മദ്ഹബിലെയും പ്രസിദ്ധ അഭിപ്രായം ഇലാ സുലുസുൽ ലൈൽ, രാത്രിയുടെ 1/3 വരെ എന്നാണ് ഇഖ്തിയാറിന്റെ സമയം. അതിനാൽ ഫലാ യജൂസു, അനുവദനീയമാവുക ഇല്ല, ലിമൻ ലാ ഉദ്റ ലഹു, ന്യായമായ കാരണങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ജായിസല്ല തഖീറു സ്വലാത്തിൽ ഇശാഇ ബഅദ ഹാദൽ വഖ്തി, ഈ സമയത്തിനു ശേഷവും ഇശാഇനെ പിന്തിപ്പിക്കുക എന്നത് കാരണങ്ങളില്ലാത്തവന് ജായിസല്ല. ലി ഹദീസ് അബ്ദുല്ലാഹി ബിൻ അംറിൻ അസ്സാബിഖ്, നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ അംറിന്റെ ഹദീസാണ് തെളിവ്. നബി ഞങ്ങൾ പറഞ്ഞല്ലോ ഇശാ രാത്രി പകുതിയാകുന്നത് വരെ എന്ന് പറഞ്ഞു. ആ ഹദീസാണ് അതിന് തെളിവ്. എന്നാൽ ഇദന്തസഫൽ ലൈലു, 1390, ഇദന്തസഫൽ ലൈലു, രാത്രി മധ്യത്തിലായാൽ, പകുതി അർദ്ധരാത്രിയായി കഴിഞ്ഞാൽ, ബദഅ വഖ്തുൽ ളറൂറത്തി, ലറൂറത്തിന്റെ സമയം ആരംഭിച്ചു. ലിസ്വലാത്തിൽ ഇശാ, ഇശാ നിസ്കാരത്തിന്റെ അനിവാര്യമായ സമയത്ത് നിസ്കരിക്കാൻ അനുവാദമുള്ള സമയം, അത് ലറൂറത്തിന്റെ സമയം എന്ന് പറഞ്ഞത്. നിവൃത്തിയില്ലെങ്കിൽ അയാൾക്ക് ആ സമയത്തേക്ക് നീട്ടിവെക്കാം. ആ സമയം ആരംഭിച്ചു എവിടെ മുതൽ? അർദ്ധരാത്രി മുതൽ. ലിമാ റവാ മുസ്ലിം, തെളിവെന്താണ്? ലിമാ റവാ മുസ്ലിമുൻ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അബീ ഖത്താദത മർഫൂഅൻ, അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ച ഹദീസ്. ഇന്നമ തഫ്രീതു അലാ മൻ യുസല്ലി സ്വലാത്ത അലാ മൻ ലം യുസല്ലി സ്വലാത്ത ഹത്താ യജി വഖ്തു സ്വലാത്തിൽ ഉഖ്റാ, അടുത്ത നിസ്കാരത്തിന് സമയമാകുന്നത് വരെയും ഒരു നിസ്കാരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവനാണ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയവൻ എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. നിസ്കാരം പാഴാക്കിയവൻ എന്ന് എപ്പോൾ പറയാം? അടുത്ത നിസ്കാരത്തിന് സമയമാകുന്നത് വരെ ഈ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അവൻ നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയവനാണ്, പാഴാക്കിയവനാണ് എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. ഫഹാദൽ ഹദീസ് യദുല്ലു, ഈ ഹദീസ് അറിയിക്കുന്നു, അലാ അന്ന ജമീഅ സ്വലവാത്തിൽ ഖംസ്
ലാ യഖ്റുജു വഖ്തു അയ്യിൻ മിൻഹാ ഹത്താ യദ്ഖുല വഖ്തു സ്വലാത്തി ലത്തി തലീഹാ. 5 നേരത്തെ നിസ്കാരത്തിന് ഏത് നിസ്കാരത്തിൻ്റെയും സമയം അടുത്ത നിസ്കാരത്തെ സമയമാകുമ്പോഴേ അവസാനിക്കുള്ളൂ എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം നേരത്തെ പറഞ്ഞ ഹദീസിൽ നിന്ന് മനസ്സിലായി അർദ്ധരാത്രി വരെ, ഈ ഹദീസിൽ നിന്ന് മനസ്സിലായി അടുത്ത നമസ്കാരത്തെ സമയമാകുന്നത് വരെ നിസ്കരിക്കാം. അപ്പം 2 രൂപത്തെ ഹദീസ് വന്നു. അപ്പം എങ്ങനെ മനസ്സിലാക്കുക? ആദ്യം പറഞ്ഞ ഹദീസ് ഏറ്റവും ശ്രേഷ്ഠമായ സമയത്തെയാണ് അറിയിച്ചത്. രണ്ടാമത് പറഞ്ഞ ഹദീസ് ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ ഒരാൾക്ക് അർദ്ധരാത്രിക്ക് ശേഷം നിസ്കരിക്കാം, സുബിഹി വരെ ഇശാന് അയാൾക്ക് സമയമുണ്ട്. പിന്നെ ഒരു യാത്രയിൽപ്പെട്ടു, നിസ്കരിക്കാൻ സാഹചര്യമൊന്നും ഉണ്ടായില്ല എങ്കിൽ യാത്രപ്പാട് കഴിയും വീട്ടുകത്തി നിസ്കരിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ബ്ലോക്ക് പെട്ട് ആകെ ഇറങ്ങാനും നിർത്താനും വയ്യ, ഇറങ്ങാനും വയ്യ, പോകാനും വയ്യ. അങ്ങനെ ബ്ലോക്ക് പെട്ട് 2-3 മണിക്കൂർ അവിടെ ചുയിപ്പായി. അങ്ങനെയൊക്കെ ഇവിടെ കഴിഞ്ഞ് അവിടെ നിന്ന് ഫ്രീ ആയപ്പോഴേക്കനെ 1 മണി 2 മണിക്കായി. അയാൾക്ക് അപ്പം നിസ്കരിക്കാൻ അയാൾക്ക് ഹറാമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഒരു ട്രെയിൻ യാത്രയിലാണ്, ഫ്ലൈറ്റ് യാത്രയിലാണ്, ഒരു 11 മണിക്ക് 12 മണിക്ക് ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ ലാൻഡ് ചെയ്തിട്ട് സ്വസ്ഥമായി നിസ്കരിക്കാമല്ലോ, കിബില കിട്ടും, നിന്ന് നിസ്കരിക്കാൻ കഴിയും. അതുകൊണ്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷെ അതിതേപോലെ ഡിലേ ആയി, അങ്ങനെയൊക്കെ ആയി അറിഞ്ഞു വന്നപ്പോഴേക്ക് അർദ്ധരാത്രിയും കഴിഞ്ഞു. എങ്കിൽ ഉതിറുണ്ട്, അയാളെ സംബന്ധിച്ച് ഇറങ്ങിയ ശേഷം നിസ്കരിച്ചാൽ മതി. അങ്ങനത്തെ ഒരു കാരണവുമില്ലാതെ ഇശാ വെറുതെ എങ്ങനെ നീട്ടി കൊണ്ടുപോവുക? അത് ഏതുവരെ നീട്ടാം? അർദ്ധരാത്രി വരെ നീട്ടാം. അതിനപ്പുറത്തേക്ക് നീട്ടൽ അനുവദനീയമല്ല, ജായിസല്ല എന്ന് ഈ 2 ഹദീസുകൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. വഖ്തുൽ ഇഖ്തിയാർ മഗ്രിബിന് ഇല്ല, അത് ഖിലാഫുള്ളതാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ മഗ്രിബിന് ഈ ഒരു സമയം പറഞ്ഞത്. അത് ഇഖ്തിയാറല്ല, അത് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞത്. ഓരെ സംബന്ധിച്ചാൽ അപ്പുറത്തേക്ക് സമയം ഇല്ല, അത് ഇൽത്തിറാറല്ല മറ്റത്. ആ 5 നിസ്കരിക്കുന്ന സമയം കഴിഞ്ഞാൽ മഗ്രിബിന്റെ സമയം അവസാനിച്ചു എന്നാണ് അവരുടെ അഭിപ്രായം. അല്ലാതെ അത് ഇഖ്തിയാർ മറ്റത് ഇൽത്തിറാർ എന്നാണെങ്കിൽ കുറച്ചുകൂടെ അത് ന്യായം പറയാമായിരുന്നു. പക്ഷെ അത് അല്ല. ഇനി 1391 യസ്തമിറു വഖ്തുൽ ലറൂറത്തി ലിസ്വലാത്തി ഇശാ. ഇശാഇന്റെ വഖ്തുൽ ലറൂറ ഏതുവരെ ഉണ്ട്? അർദ്ധരാത്രി മുതൽ ഉണ്ടല്ലോ. ഏതുവരെ? ഇലാ തുലൂഇൽ ഫജ്രി സാനി, ഫജ്റു സാനി ഫജ്റു സ്വാദിഖ് വെളിവാകുന്നത് വരെ. ഫജ്ർ സ്വാദിഖ് വെളിവായാൽ സുബ്ഹി വാങ്ങ് കൊടുത്തു. അതിന് മുമ്പിൽ ഫജ്ർ ഉണ്ട്, ഫജ്ർ കാദിബ്. ഫജ്ർ സ്വാദിഖിന് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ മുമ്പ് മറ്റൊരു ഫജ്ർ ഉദിക്കും, അതാണ് ഫജ്ർ കാദിബ്. ഫജ്ർ കാദിബ് കൊണ്ട് സുബ്ഹി ആവൂല. അപ്പോൾ ഫജ്ർ സാനി എന്ന് പറഞ്ഞാൽ ഫജ്ർ സ്വാദിഖാണ്, ഫജ്ർ അവലാണ് ഫജ്ർ കാദിബ്. അപ്പോൾ ഫജ്ർ സാനി വരെയാണ്. വഹാദാ ഖൗലു ആമ്മത്തി അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരുടെ പൊതുവായ അഭിപ്രായം ഇതാണ്. വഹുക്കിയ ഇജ്മാഉ സലഫ്, മുൻഗാമികളുടെ ഇജ്മാ ഉണ്ട് എന്ന് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഹുക്കിയ അഥവാ ഇജ്മാ അത്ര സ്ഥിരപ്പെട്ട ഇജ്മാ അല്ല എന്നർത്ഥം. ആ ഇജ്മാ സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഹുക്കിയ ഇജ്മാ എന്ന് പറഞ്ഞത്. മേലക്ക് അദ്ദേഹം പറഞ്ഞതാണ് അജ്മഉ, അല്ലെങ്കിൽ വഫീഹി ഇജ്മാ എന്ന് പറഞ്ഞത്. ഇവിടെ വഹുക്കിയ ഇജ്മാഉ സലഫ്, സലഫുകളുടെ ഇജ്മാ ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ആ ഇജ്മാ ഉണ്ടോ ഇല്ലേ, അത് ഇജ്മാഉള്ള കാര്യമല്ല. ലി ഹദീസ് അബീ ഖതാദ അസ്സാബിഖ്, നേരത്തെ പറഞ്ഞ അബൂ ഖതാദയുടെ ഹദീസാണ് നമുക്കിതിനും തെളിവ്. ഇനി 1392 യദ്ഖുലു വഖ്തുൽ ഫജ്രി ബിത്ലൂഇൽ ഫജ്രി സാനി. യദ്ഖുലു വഖ്തുൽ ഫജ്ർ, ഫജ്റിന്റെ സമയം പ്രവേശിക്കും. ബിത്ലൂഇൽ ഫജ്രി സാനി, രണ്ടാമത്തെ ഫജ്ർ ഉദിക്കലോടുകൂടി ഫജ്റിന്റെ സമയം ആരംഭിച്ചു. ഫജ്ർ സ്വാദിഖ്, ഫജ്ർ സാനിയാണ് ഫജ്ർ സ്വാദിഖ്. ഇപ്പം പറഞ്ഞല്ലോ, ഫജ്ർ സ്വാദിഖ് ഉദിച്ചാൽ സ്വലാത്തുൽ ഫജ്റിന്റെ സമയം ആയി. വഹാദാ മുജ്മഉൻ അലൈഹി, അതിൽ ഇജ്മാ ഉണ്ട്. ലി ഹദീസ് അബീ മൂസ വ ഹദീസ് അബ്ദുല്ലാഹ് ബിൻ അംർ അസ്സാബിഖൈനി, നേരത്തെ പറഞ്ഞ അബൂ മൂസ അശ്അരിയുടെയും അതേപോലെ അബ്ദുല്ലാഹ് ബിൻ അംറിന്റെയും ഹദീസാണ് തെളിവ്. വൽ ഫജ്റു സാനി, ഏതാ ഫജ്റു സാനി? രണ്ടാമത്തെ ഫജ്ർ എന്ന് പറഞ്ഞാൽ ഹുവ നൂറുൻ മുഅ്തരിദുൻ മിനശ് ശിമാലി ഇലൽ ജനൂബ്.
വടക്ക് നിന്ന് തെക്കോട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു വെളിച്ചം, അതാണ് ഫജ്റുൽ സാനി. വടക്ക് നിന്ന് തെക്കോട്ട് ഇങ്ങനെ നീളത്തിലൊന്നാകെ ഒരു വെളിച്ചം വരും. മുത്തസ്ലിം ബിൽ ഉഫഖി, അത് ചക്രവാളത്തിൽ ചേർന്ന് കിടക്കും. ലൈസ ബൈനഹു വബൈനൽ ഉഫഖി ദുലുമത്തുൻ, അതിനും ചക്രവാളത്തിനും ഇടയിൽ പിന്നെ വേറെ ഇരുട്ടുള്ള ഭാഗമൊന്നും ഉണ്ടാവില്ല. ഒന്നാകെ മൊത്തത്തിൽ ഒരു വെളിച്ചം ഇങ്ങനെ വരും. അതാണ് ഫജ്റുൽ സാനി എന്ന് പറയുന്നത്. അതായി കഴിഞ്ഞാൽ സുബ്ഹിയുടെ സമയമായി. വബൈന തുലൂഇൽ ഫജ്രി അവ്വലി വതുലൂഇൽ ഫജ്രി സാനി, ഒന്നാമത്തെ ഫജ്റും രണ്ടാമത്തെ ഫജ്റും ഇടയ്ക്കുള്ള ഇടവേള ഫി കസീർ മിൻ അയ്യാമിസ് സന, ഒരു വർഷത്തെ മിക്കവാറും ദിവസങ്ങളിൽ മാ യുഖാലു മിൻ സഅത്തിൻ ഔ സഅത്തിൻ ഇല്ലാ റുബ്അ, ഒരു മണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒക്കെയാണ് സാധാരണ രണ്ട് ഫജ്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഇടവേള. വഖദ് യസീദു വഖദ് യൻഖുസ്, ചില സീസണിൽ അത് കൂടും, ചില സീസണിൽ അത് കുറയുകയും ചെയ്യും. അപ്പോൾ സാധാരണ ഒരു 40 മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ 1.25 മണിക്കൂർ വരെയുള്ള ആ ഇടവേള രണ്ട് ഫജ്റിനിടയിൽ ഉണ്ടാകും. അപ്പോൾ രണ്ടാമത്തെ ഫജ്ർ ഉദിച്ചാൽ സുബ്ഹിയുടെ സമയമായി. യസ്തമിറു വഖ്തുൽ ഫജ്രി, ഇനി ഫജ്ർ സമയം ഏതുവരെ ഉണ്ടാകും? ഇലാ തുലൂഇ ശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ. പ്രഭാതോദയം മുതൽ സൂര്യോദയം വരെയാണ് സുബ്ഹിയുടെ സമയം. വഹാദാ ഖൗലു ആമ്മത്തി അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷവും പൊതുവായ അഭിപ്രായം ഇതാകുന്നു. ഈ ഹദീസ് അബി മൂസ ഹദീസ് അബ്ദുല്ലാഹി ബിൻ അംറിൻ അസ്സാബിഖൈനി, നേരത്തെ പറഞ്ഞ തെളിവ് തന്നെ അതും തെളിവ്. അബൂ മൂസ അശ്അരിയുടെയും അബ്ദുല്ലാഹി ബിൻ അംറിൻ്റെയും ഹദീസാണ് അതും തെളിവായി ഉന്നയിക്കാനുള്ളത്. ഇനി ഇദാ ശറഅൽ മുസല്ലി, മറ്റൊരു മസ്അലയാണ്, 1396 മസ്അല. ഒരു നിസ്കരിക്കുന്ന ഒരാൾ നിസ്കാരം ആരംഭിച്ചു, ഫി ഇഹ്ദ സ്വലവാത്തിൽ ഖംസ്, ഏതെങ്കിലും 5 നേരത്തെ നിസ്കാരത്തിൽ ഒരു നിസ്കാരം ആരംഭിച്ചു, ഫി വഖ്തി ഹാദിഹി സ്വലാ, ആ നിസ്കാരത്തെ സമയത്ത് നിസ്കാരം തുടങ്ങി. ഫസ്വല്ലാ മിൻഹാ റക്അതൻ ഖബ്ല ഖുറൂജിൽ വഖ്തി, സമയം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു റക്അത്ത് കിട്ടി. ഒരു റക്അത്ത് നിസ്കരിച്ചപ്പോഴേക്ക് അടുത്ത ബാങ്ക് കൊടുത്തു, മഗ്രിബ് നിസ്കരിച്ചു, ഒരു റക്അത്ത് നിസ്കരിച്ചപ്പോൾ ഇശാ ബാങ്ക് വിളിച്ചു എങ്കിൽ ഫഖദ് അദ്റക ഹാദിഹി സ്വലാ, ആ നിസ്കാരം അവന് ലഭിച്ചു കഴിഞ്ഞു. അവൻ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഒരു റക്അത്തെങ്കിലും കിട്ടിയാൽ അവൻ സമയത്ത് നിസ്കരിച്ചു എന്ന് പറയാം. തെളിവെന്താണ്? ലിമാ റവൽ ബുഖാരിയു വ മുസ്ലിമുൻ അൻ അബീ ഹുറൈറ മർഫൂഅൻ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മർഫൂഅൻ, നബിയിലേക്ക് ചേർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, മൻ അദ്റക റക്അതൻ മിനസ് സ്വലാ ഫഖദ് അദ്റക സ്വലാ, നിസ്കാരത്തിൽ ഒരു റക്അത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിസ്കാരം കിട്ടിയിരിക്കുന്നു. ആർക്കെങ്കിലും ഒരു റക്അത്ത് കിട്ടിയാൽ അവിടെ നിസ്കാരം കിട്ടി എന്ന ഹദീസ് ബുഖാരി മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. അതുപ്രകാരം ഒറ്റ റക്അത്ത് കിട്ടിയാൽ തന്നെ അതിന് വഖത്തിൽ അവിടെ നിസ്കാരം കിട്ടി എന്ന് പറയാം. അതുകൊണ്ടാണ് ജുമുഅക്ക് ഒരു റക്അത്ത് കിട്ടിയാൽ പിന്നെ ഒരു റക്അത്ത് ചേർത്താൽ മതി എന്ന് പറഞ്ഞത്. ഒരു റക്അത്തും കിട്ടിയില്ല എന്നാൽ പിന്നെ ളുഹൂറായിട്ട് 4 റക്അത്ത് നിസ്കരിക്കണം. ഒരു റക്അത്ത് കിട്ടിയാലോ ഒരു റക്അത്തും കൂടി അവൻ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ ഈ ഹദീസാണ് അതിൻ്റെ ഒരു അസ്ല്. ഇനി മറ്റൊരു മസ്അല, ഇദാ കാനൽ മുസ്ലിമു ഫീ മിൻതഖത്തിൻ, ഒരു മുസ്ലിം ഒരു പ്രദേശത്താണ്, ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത അൽ വഖ്തു കുല്ലുഹു നഹാറുൻ, അവിടെ മൊത്തം പകലാണ്, രാത്രിയില്ല, ദീർഘമായ സമയം പകലുണ്ടാവും. ഔ കുല്ലുഹു ലൈലുൻ, അല്ലെങ്കിൽ മൊത്തം രാത്രിയാണ്, ലിമുദ്ദത്തിൻ ത്വീല, ദീർഘമായ ഒരു കാലം പകല് മാത്രം, അല്ലെങ്കിൽ രാത്രി മാത്രം. കസിത്തത്തി അശ്ഹുരിൻ, 6 മാസം പകൽ 6 മാസം രാത്രി, അത്തരം പ്രദേശങ്ങളുണ്ടാവും. കമാഫി ബഅദിൽ മനാത്തിഖിൽ ഖുത്ബിയ്യ, ചില പ്രദേശങ്ങളിലൊക്കെ ഉള്ളതുപോലെ. ഫഇന്നഹും, അവരെന്ത് ചെയ്യുന്നതാണ്, അവിടെ 6 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ രാത്രി ആവുക. അപ്പോൾ ഈ പറഞ്ഞ കണക്കൊക്കെ അവിടെ തെറ്റും. അപ്പോൾ അവിടെ പോലെ ആകെ 6 മാസത്തിനുള്ളിൽ 3 വക്ത് നിസ്കരിച്ചാൽ മതിയോ? പോരാ. അവർ ഫഇന്നഹും യഹ്സബൂന അയ്യാം, അവർ ദിവസങ്ങൾ കണക്കാക്കണം.
വയുസല്ലൂന വയസൂമൂന, നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും വേണം. ബിഹസബി അഖ്റബി ബലദിൻ ഇലൈഹിം വഖ്തുഹാ മുൻതളിമുൻ, തൊട്ടടുത്ത് ഏത് രാജ്യത്താണോ സമയം കൃത്യമായിട്ടുള്ളത് ആ രാജ്യത്തിന് കണക്കാക്കിയിട്ട് അവരിവിടെ നിശ്ചയിക്കണം. തൊട്ടടുത്തൊരു ഏതെങ്കിലും രാജ്യം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ അല്ലാത്ത സാധാരണ പോലെ സമയമുള്ള ഒരു രാജ്യം അടുത്ത് ഏതാണോ ഉള്ളത് ആ രാജ്യത്തിൻ്റെ സമയം നോക്കിയിട്ട് അതിനനുസരിച്ച്, അപ്പോൾ അവിടെ സ്വഭിക്കും ലുഹറിൻ്റെ ഇടയിൽ എത്ര മണിക്കൂർ നോക്കുക, അത്ര മണിക്കൂർ കഴിഞ്ഞാൽ ഒരു നിസ്കരിക്കുക. ലുഹറിനും അസ്റിനും ഇടയിൽ എത്ര മണിക്കൂർ അവിടെ ഉണ്ട് നോക്കുക, ആ സമയം കഴിഞ്ഞാൽ അവിടെ അസ്കരിക്കുക. അങ്ങനെ കണക്കാക്കിയിട്ട് അവർ 5 നേരത്തെ നിസ്കാരം നിസ്കരിക്കുകയാണ് വേണ്ടത്. അല്ല, മുമ്പുണ്ട് ആ ചർച്ചയ്ക്ക്. പഴയകാലത്തെ ഫിഖിൽ തന്നെ ഇതൊക്കെ മനുഷ്യന്മാരവിടെ ഇല്ലേ, മനുഷ്യന്മാരവിടെ ഉണ്ടല്ലോ. ആ പഴയ കാലത്തിൻ്റെ ചർച്ചകളൊക്കെ ഫിഖിന്റെ കിതാബിൽ കാണാൻ കഴിയും. വമിസ്ലുഹും, അതുപോലെ തന്നെയാണ് അൽ മനാത്തിഖ് അല്ലത്തി ലാ യഗീബു ഇൻദഹും ശഫഖുൽ അഹ്മർ. ശഫഖുൽ അഹ്മർ അസ്തമിക്കാത്ത പ്രദേശം, നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനത്തെ പ്രദേശമുണ്ടെങ്കിലും ഫൈനഹും യുവഖിതൂന ദുഖൂല സ്വലാത്തുൽ ഇശാഇ ബിഗിയാബിഹി ഫി അഖ്റബിൽ ബുൽദാൻ ഇലൈഹിം. തൊട്ടടുത്ത നാടുകളിൽ ഇത് എവിടെയാണോ അസ്തമിക്കുന്നത് അത് കണക്കാക്കിയിട്ട് അവരിവിടെ ഇശാ നിസ്കരിക്കുകയാണ് വേണ്ടത്. അത് നമ്പർ 3 മജ്മു ഫത്താവ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഉസൈമീൻ ഫത്താവ സമാഹരണം നോക്കിയാൽ അതിൽ ഈ വിശദമായ ചർച്ചയുണ്ട്. ഇനി 1398 ഇദാ സാഫറൽ മുസ്ലിമു അല ത്വാഇറ, ഒരു മുസ്ലിം വിമാനത്തിൽ യാത്ര ചെയ്തു. മുത്തജിഹൻ ഇലൽ ഗർബി, പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അയാളുടെ ദിശ സഞ്ചരിക്കുന്നത്. വിമാനം പോണത് ഇപ്പം നമ്മളിവിടെ സൗദി പോവാണ്, പടിഞ്ഞാറ് ഭാഗത്തേക്കാണല്ലോ പോവുക. ഇങ്ങനെ പടിഞ്ഞാറ് ദിശയിലേക്ക് വിമാനയാത്ര ചെയ്യുന്നു. വക്കാലത്തിൽ മസാഫത്ത് ത്വീല, ദൂരമാണെങ്കിൽ ദീർഘമാണ്. ഫഇൻ കാന സയമുറു അലൈഹി 24 സാഅ, 24 മണിക്കൂർ സമയം ലം യദ്ഖുൽ വഖ്തു ഇഹ്ദ സ്വലവാത്തിൽ ഖംസ്, 5 നേരത്തെ നമസ്കാരത്തിലെ ഒരു സമയവും അയാൾക്ക് പ്രവേശിച്ചില്ല എന്ന് വിചാരിക്കാം. ഒരു ദീർഘമായ യാത്രയാണ്, വിമാനത്തിൽ യാത്ര ചെയ്യുന്നു. ആ യാത്രക്കിടയിൽ സൂര്യോദയം അല്ലെങ്കിൽ സൂര്യമധ്യത്തിലാവുക എന്നതൊന്നും അയാൾക്ക് ഉണ്ടായില്ല. അങ്ങനെയാണ് അയാൾ യാത്ര ചെയ്യുന്നത് എങ്കിൽ അയാൾ ചെയ്യേണ്ടത് ഫയജിബു അലൈഹി, അയാൾക്ക് നിർബന്ധമാണ് അൻ യുസല്ലിയ സ്വലവാത്തിൽ ഖംസ് അല്ലത്തി തുസല്ലാ ഫിൽ യൗമി വൽ ലൈല, ഒരു രാവിലും പകലിലും നിസ്കരിക്കുന്ന 5 നേരത്തെ നിസ്കാരം അയാൾ നിസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പം എന്ത് ചെയ്യും? വയുറാഇ ഫി അദാഇ ഹാദിഹി സ്വലവാത്ത്, ഈ നിസ്കാരം നിർവഹിക്കാൻ അയാൾ പരിഗണിക്കേണ്ടത് മവാഖീത സ്വലാത്തി ഫിൽ ബലദി ലദീ ഹുവ മുത്തജിഹുൻ ഇലൈഹി, ഏത് നാട്ടിലേക്കാണോ പോകുന്നത് ആ നാട്ടിലെ സമയക്രമം എങ്ങനെ നോക്കിയിട്ട് അത് കണക്കാക്കി അയാൾ ഇവിടെ നിശ്ചയിക്കുകയാണ് വേണ്ടത്. ലിയൻതലിമ തൗഖീതു സ്വലവാത്തി ലദീഹി ഇദാ വസല ഇലാ ദാലിക്കൽ മക്കാൻ. അപ്പോൾ ആ നാട് നോക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? അയാൾ പോകുന്ന നാട് നോക്കിയാൽ ഇപ്പം ഇവിടുന്ന് പുറപ്പെട്ടിട്ട് ഇവിടുത്തെ സമയം നോക്കി അങ്ങനെ വിമാനത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ അയാളൊരു പക്ഷേ മരിബ് ഷാക്ക് നിസ്കരിച്ചു, അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അസറായിരിക്കും. ഇവിടുന്ന് മരിബൊക്കെ വിമാനത്തിൽ നിസ്കരിച്ചിട്ട് പിന്നെ ലാൻഡ് ചെയ്തപ്പോൾ അവിടെ അസറാണ്. അപ്പോൾ ആ നിസ്കാരം വീണ്ടും നിസ്കരിക്കേണ്ടി വരും. അത് ഒഴിവാകാൻ വേണ്ടി ഏത് നാട്ടിലേക്കാണോ പോകുന്നത് ആ നാട്ടിൽ സമയം കണക്കാക്കിയിട്ട് അയാൾ നിസ്കരിക്കുക. അപ്പോൾ അവിടെ ചെന്നിറങ്ങിയാലോ അവിടെ അടുത്ത നിസ്കാരം ഏതാണോ ആ നിസ്കാരത്തിൽ പങ്കെടുത്താൽ മതി. ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത നിസ്കാരം ഏതാണ് വരുന്നതെങ്കിൽ ആ നിസ്കാരത്തെ അയാൾക്ക് പങ്കെടുക്കാം. അതാണ് ചെയ്യേണ്ടത്. ഇനി അമ്മ ഇൻകാൽ വഖ്തുൽ അലൈഹി, ഇതെപ്പോൾ 24 മണിക്കൂറാണെങ്കിൽ ഇയാളെ യാത്ര 24 മണിക്കൂറാണ് എങ്കിൽ ആ 24 മണിക്കൂറിനുള്ളിൽ അയാൾക്ക് ഈ വ്യത്യാസമൊന്നും കിട്ടുന്നില്ല എങ്കിലാണ് പറഞ്ഞത്. ഇനി അമ്മ ഇൻകാൽ വഖ്തുൽ അലൈഹി 16 മണിക്കൂറോ അതിൽ താഴെയോ ആണ് ഇയാളെ യാത്രയെങ്കിൽ ഫൈനഹു ലാ യജിബു അലൈഹി അദാഉ അയ്യി സ്വലാത്തിൻ ഫീ ഹാദൽ വഖ്ത്, ഈ സമയത്തിനിടയിൽ അയാൾ നിസ്കരിക്കേണ്ടതില്ല. ലിഅന്ന ഹാദിഹിൽ മുദ്ദ തൂജദു ബൈന ഫർദൈനി മിൻ ഫുറൂദി സ്വലാത്തി ഫീ ബഅദിൽ ബിലാദ്, ചില നാട്ടിലെങ്കിലും 2 നിസ്കാരങ്ങൾക്കിടയിൽ 16 മണിക്കൂർ വരാറുണ്ട്. നിസ്കാരം കഴിഞ്ഞ് 16 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത വാങ്ക് വിളിക്കുന്ന ഘട്ടങ്ങൾ ചില നാടുകളിൽ വരാറുണ്ട്.
അപ്പം ആ 16 മണിക്കൂർ അയാൾ യാത്ര ചെയ്യുന്നു. അതിനിടയിൽ അയാൾക്ക് സൂര്യോദയം സൂര്യാസ്തമയം ഒന്നും അയാൾക്ക് അനുഭവപ്പെടുന്നില്ല, അങ്ങനത്തെ ഒന്നുമില്ല എങ്കിൽ അയാൾ നിസ്കരിക്കേണ്ടതില്ല. കാരണം അയാൾ പുറപ്പെട്ട് 16 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരം നിസ്കാരം വരെയുള്ള ഇടവേളയായിട്ട് കണക്കാക്കാം. അങ്ങനെ ഇടവേള വരാം, അത് സംഭവ്യമാണ്. ഒരു അന്നഹു ഖദ് നഖസ മിനൽ യൗമി സുലുസു വസുലുസു കസീർ കമാ വറദ ഫിൽ ഹദീസ്. അങ്ങനെ നമ്മൾ 16 മണിക്കൂർ എന്ന് പറയുമ്പോൾ എന്താണ് 1/3 കഴിഞ്ഞല്ലോ. 1/3 അയാൾ യാത്ര ഇല്ലാതെ കഴിഞ്ഞു, ബാക്കി 1/2 യാത്രയിലായി. അപ്പം 1/3 കിട്ടി ശരിയായ രൂപത്തിൽ, അത് തന്നെ അധികമാകുന്നു. 3 കിട്ടിയാൽ മതി, അത് അധികമാണ്. അല്ലാഹു അഅലം. ഇനി 1399 മൻ സല്ലൽ മഗ്രിബ, ഒരാൾ മഗ്രിബ് നിസ്കരിച്ചു. സുമ്മ അഖ്ലഅത് ബിഹി ത്വായിറ, പിന്നീട് വിമാനം അയാളെയും കൊണ്ട് പൊങ്ങി. അയാൾ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ മഗ്രിബ് വാങ്ങി കൊടുത്തു. അങ്ങനെ വേഗം നിസ്കരിച്ച് കയറാം, വിമാനം ഏതാണ്ട് പോകാനായിട്ടുണ്ട്. വേഗം അയാൾ അവിടെ ലോഞ്ച് നിസ്കരിച്ച് നേരെ വിമാനത്തിനോട് കയറി നോക്കുമ്പോൾ ഫറ അശംസ, വിമാനങ്ങൾ പൊന്തി നോക്കുമ്പോൾ അയാൾ സൂര്യനെ കറക്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചു, ബാങ്ക് വിളിച്ചു. പക്ഷെ വിമാനം പൊങ്ങിയപ്പോഴോ അയാൾ വിമാനത്തിൽ നിന്ന് സൂര്യനെ കണ്ടു. എങ്കിൽ ഫൈന്നഹു ലാ യജിബു അലൈഹി ഇആദു സ്വലാത്തിൽ മഗ്രിബ്, മഗ്രിബ് നിസ്കാരം അയാൾ രണ്ടാമത് നിസ്കരിക്കണമോ? വേണ്ട. എന്നൊക്കെ അദ്ദാഹ അലാ വജ്ഹിൻ സ്വഹീഹ്, ശരിയായ നിലക്കാൾ നിസ്കരിച്ചു കഴിഞ്ഞു. അയാൾ അവിടെ നിൽക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട്, അപ്പോൾ നിസ്കരിച്ചിട്ടുണ്ട്, അത് മതി, അപ്പോൾ അതാണ് സമയം. എന്നാൽ അവിടെ നിൽക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടില്ല വിചാരിക്കുക, അപ്പം മഗ്രിബ് നിസ്കരിച്ചു, എന്നാലോ അത് പറ്റില്ല. ആ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് അയാളെ സംബന്ധിച്ച് മഗ്രിബ് സമയമായി, അപ്പോൾ നിസ്കരിച്ചു. പിന്നീട് യാത്ര ആരംഭിച്ചു. പിന്നെ മേപ്പെട്ട് പോയപ്പോഴാണ് സമയമായിട്ടില്ല, അയാൾക്ക് ബാധ്യതയില്ല. അയാൾ ശരിയായ സമയത്താണ് നിസ്കരിച്ചത്, അയാളുടെ ബാധ്യത അവിടെ അവസാനിച്ചു. അതെ, നോമ്പിനൊക്കെ ബാധകമാണ്. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ബാങ്ക് കൊടുത്തു, നോമ്പ് തുറന്നിട്ട് അയാൾ വിമാനത്തിൽ കയറി. വിമാനം പൊന്തി നോക്കുമ്പോൾ സൂര്യനെ കണ്ടു. അതുകൊണ്ട് പറഞ്ഞു ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്ന് നോക്കണോ? വേണ്ട. അയാൾ ശരിയായ മുറപ്രകാരം നോമ്പ് തുറന്നതാണ് എങ്കിൽ അത് മതി, അത് പരിഗണിക്കാം. ഇനി 1400 അദാ ഉസ്ലാത്തിൽ ളുഹ്രി ഫീ ഗൈരി വഖ്തി സിദ്ദത്തിൽ ഹർരി വസ്ലാത്തിൽ അസ്രി വസ്ലാത്തിൽ മഗ്രിബി വസ്ലാത്തിൽ ഫജ്രി ഫീ അവ്വലിൽ വഖ്തി അഫ്ളൽ. നിസ്കാരങ്ങളെല്ലാം സമയം പറഞ്ഞല്ലോ, നീ ഏത് സമയത്താണ് നിസ്കരിക്കാൻ നല്ലത്? ഇപ്പം തുടങ്ങുന്ന സമയം പറഞ്ഞു, വഖ്തുൽ ഇഖ്തിയാർ പറഞ്ഞു, വഖ്തുൽ ഇൽത്തിറാർ പറഞ്ഞു, ആഖിർ വഖ്തും പറഞ്ഞു. ഇതിനിടയ്ക്ക് എപ്പോഴും നിസ്കരിക്കാലോ. എങ്കിൽ ഇതിനിടയിൽ എപ്പോൾ നിസ്കരിക്കാനാണ് നല്ലത്? 1 സ്വലാത്തുൽ ദുഹർ, 2 സ്വലാത്തുൽ അസ്ർ, സ്വലാത്തുൽ മഗ്രിബ്, സ്വലാത്തുൽ ഫജ്ർ. ഈ 4ഉം ഏറ്റവും ശ്രേഷ്ഠമായത് ഫി അവ്വലിൽ വഖ്തി അഫ്ളൽ, ആദ്യ വഖ്തിലാണ് നിസ്കരിക്കാൻ ഏറ്റവും നല്ലത്. 4 നിസ്കാരം. സ്വലാത്തുൽ ദുഹർ നിരുപാധികമല്ല, ഫി ഗൈരി വഖ്തി സിദ്ദത്തിൽ ഹർരി, ശക്തമായ ചൂടുള്ള സമയമല്ലെങ്കിൽ, കഠിനമായ ചൂടാണ് എങ്കിൽ ബാങ്ക് വിളിച്ച ഉടനെ ദുഹർ നിസ്കരിക്കണ്ട, കുറച്ച് സമയം കൂടി വൈകിപ്പിച്ചിട്ട് ചൂടൊന്ന് ലേശം കുറഞ്ഞതിന് ശേഷം ദുഹർ നിസ്കരിക്കാനുള്ള അഫ്ളൽ. അല്ലെങ്കിൽ സാധാരണ ഇപ്പോഴത്തെ സീസണൊക്കെ ആണെങ്കിൽ ദുഹറും മറ്റു നിസ്കാരങ്ങളെപ്പോലെ തന്നെ ബാങ്ക് വിളിച്ച് അധികം വൈകാതെ നിസ്കരിക്കലാണ് അഫ്ളലായിട്ടുള്ളത്. ഇനി വഹാദാ മുജ്മഉൻ അലൈഹി, ഇതിൽ ഇജ്മാ ഉണ്ട് ഫിൽ മഗ്രിബി, മഗ്രിബിന്റെ കാര്യത്തിൽ, ഫീ ഗൈരി ഹാദിൽ ഉദ്രി, ഉദ്ർ ഇല്ലാത്ത സമയത്ത്. മഗ്രിബിന്റെ വിഷയത്തിൽ ഇതിൽ ഇജ്മാ ഉണ്ട്. കഗൈമിൻ വനഹബിഹി, ഒരു മേഘം വന്ന് മൂടി സൂര്യൻ അസ്തമിച്ചോ ഇല്ലെന്ന് അറിയുന്നില്ല എങ്കിൽ അവിടെ അയാൾക്ക് അത് അറിയുന്നവരെ ഉറപ്പാകുന്നവരെ വെയിറ്റ് ചെയ്യാം. അതല്ലാത്തടത്ത് ഉടനെ നിസ്കരിക്കുക. വഹ ഖൗലുൽ ജംഹൂർ, ജംഹൂർ ഭൂരിപക്ഷ അഭിപ്രായം ഇതാണ്, ഫിൽ ഫജ്രി വൽ ളുഹ്രി വൽ അസ്ർ. മഗ്രിബിൽ ഇജ്മാ, ളുഹറിലും അസ്റിലും അതേപോലെ ഫജ്റിലും ജംഹൂർ ഭൂരിപക്ഷ അഭിപ്രായം, അവിടെ ഇജ്മാ ഇല്ല. ളുഹർ, അസ്ർ, ഫജ്ർ ഈ 3 ഭൂരിപക്ഷ അഭിപ്രായം ഇതാണ്. മഗ്രിബിന്റെ കാര്യത്തിലോ ഇജ്മാ ആയ അഭിപ്രായം ഇതാണ്. തെളിവെന്താണ്? ഖൗലിഹി തആല, അപ്പോൾ ആദ്യം നിസ്കരിക്കണം. തെളിവെന്ത്? ഈ നിസ്കാരങ്ങളൊക്കെ സമയമായാൽ പിന്നെ വൈകാതെ നിസ്കരിക്കുകയാണ് വേണ്ടത് എന്ന് അഫ്ളൽ പറഞ്ഞല്ലോ.
അഫ്ദൽ വെറുതെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം അത് അഫ്ദലാണ്. തെളിവെന്ത്? ലിഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞു, ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരുവീൻ എന്ന് പറഞ്ഞു. അത് പൊതുവായ അധ്യാപനമാണ്. നല്ല കാര്യങ്ങളിലേക്ക് വേഗത്തിൽ വരുവീൻ. നിസ്കാരം നല്ല കാര്യമാണല്ലോ, അപ്പോൾ അതിലേക്ക് വേഗത്തിൽ വരിക. അപ്പോൾ സമയമായി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇങ്ങനെ കാരണമില്ലാതെ നീട്ടിക്കൊണ്ടു പോകരുത്, പിന്നെ എത്രയും വേഗം നിസ്കരിക്കുക, അതാണ് നല്ലത്. വൽ മഅന സാരിഉ ഇലാ ഫഇലി ജമീഇൽ ഖൈറാത്ത്, എല്ലാ ഖൈറാത്തുകളും ചെയ്യാൻ നിങ്ങൾ വേഗത്തിൽ വരുവിൻ എന്ന ആയത്തിനർത്ഥം. വസ്സലാത്തു മിനൽ ഖൈറാത്ത്, നിസ്കാരവും ആ ഖൈറാത്തിൽപ്പെട്ടതാണ്. ഫതസ്തുസ്തഹബ്ബുൽ മുബാദറത്തു ഇലൈഹാ ഫി അവ്വലി വഖ്തിഹാ ലിഉമൂമി ഹാദിൽ ആയ, ഈ ആയത്തിൻ്റെ പൊതുവായ അർത്ഥപ്രകാരം നിസ്കാരത്തിലേക്കും സമയമായാൽ ആദ്യം തന്നെ നിസ്കരിക്കലാണ് സുന്നത്ത്. വലിമാ റവൽ ബുഖാരിയു വമുസ്ലിമിൻ അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാൽ, ഈ ആയത്ത് തെളിവാണ്, അതുപോലെ ഹദീസും തെളിവാണ്. ആ ഹദീസ് ഏതാ? ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചു. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ളുഹ്റ ബിൽ ഹാജിറ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹ്ർ നിസ്കരിക്കുമായിരുന്നു ബിൽ ഹാജിറ, നട്ടുച്ച നേരത്ത്. നട്ടുച്ച നേരത്ത് നബി തങ്ങൾ ളുഹ്ർ നിസ്കരിക്കുമായിരുന്നു എന്ന് ജാബിർ ബിൻ അബ്ദുല്ല പറയുന്നു. അപ്പം ഇന്ന് മനസ്സിലായി, ഏറ്റവും നല്ലത് ആ സമയത്ത് നിസ്കരിക്കലാണ്. ഹാജിറ, ഹജറ എന്ന വാക്കിന് ഒഴിവാക്കിനർത്ഥം. ഹജറ എന്നാൽ ഹിജറ പോവുക, നാട് ഒഴിവാക്കിയപ്പോൾ ഹിജറയോ, അതാണ് ഈ വാക്ക്. അതായത് ആ സമയത്ത് പൊതുവെ ആളുകൾ ജോലി അടക്കം ഒഴിവാക്കും, ഒന്ന് വിശ്രമിക്കും. നട്ടുച്ചക്ക് നല്ല ചൂടുണ്ടാകുമ്പോൾ ആൾക്കാർ ജോലി വരെ ഒന്ന് ഒഴിവാക്കും. അതുകൊണ്ടാണ് നട്ടുച്ചക്ക് ഹാജിറ എന്ന് പേര് വന്നത്. അപ്പം ആ സമയത്ത് നബി തങ്ങൾ ളുഹ്ർ നിസ്കരിക്കുമായിരുന്നു എന്ന് ജാബിർ ബിൻ അബ്ദുല്ല പറയുന്നു. വൽ അസ്റ, നബി അസ്ർ നിസ്കരിക്കുമായിരുന്നു. വശംസു നഖിയ്യ, സൂര്യൻ നല്ല തെളിഞ്ഞ അവസ്ഥയിൽ, അഥവാ സൂര്യൻ്റെ നിറമൊന്നും മാറിയിട്ടില്ല, അസ്തമിക്കാറായിട്ടില്ല, നല്ല തെളിഞ്ഞ അവസ്ഥയിൽ സൂര്യൻ നിൽക്കുമ്പോൾ നബി അസ്ർ നിസ്കരിക്കുമായിരുന്നു. വൽ മഗ്രിബ, മഗ്രിബ് നിസ്കരിക്കുമായിരുന്നു. ഇദാ വജബത്, സൂര്യൻ അസ്തമിച്ചാൽ. വൽ ഇശാ, ഇശാ ആകട്ടെ അഹ്യാനൻ യുഅഖിറുഹാ, ചില സന്ദർഭങ്ങൾ നബി തങ്ങൾ അത് പിന്തിപ്പിക്കും. വ അഹ്യാനൻ യുഅജ്ജിൽ, ചില സമയത്ത് നബി തങ്ങൾ വേഗം നിസ്കരിക്കുകയും ചെയ്യും. അതോടെ നേരത്തെ ളുഹറും അസ്റും മഗ്രിബും ഫജ്റും പറഞ്ഞു, ഇശാ പറഞ്ഞില്ല. അപ്പം ഇശാ അവ്വൽ വക്താണോ അഫ്ളൽ? അല്ല. ളുഹറും സുബ്ഹിയും ളുഹറും അസ്റും മഗ്രിബും ആദ്യ വക്താണ് അഫ്ളൽ. ളുഹർ ശക്തമായ ചൂടുള്ള സീസണിലാണെങ്കിൽ അല്പം വൈകിപ്പിക്കലാണ് അഫ്ളൽ. ഇശാ എപ്പോഴും അല്പം വൈകിപ്പിക്കലാണ് അഫ്ളൽ. അതാ നബി തങ്ങൾ ചിലപ്പോൾ വൈകിപ്പിക്കും, ചിലപ്പോൾ നേരത്തെയാക്കും. കാന ഇദാ റആഹും ഖദ് ഇജ്തമഉ, നബി തങ്ങൾ സാധാരണ പതിവ് എല്ലാവരും വന്നു എന്ന് കണ്ടാൽ അജ്ജല, നബി പിന്നെ കാത്തുക്കൂല. ഇശാ ബാങ്ക് കൊടുത്തു, അധികം വൈകാതെ എല്ലാവരും പള്ളിക്ക് എത്തി, എന്നാൽ നിസ്കരിക്കാം, നബി നിസ്കരിക്കും. വഇദാ റആഹും ഖദ് അബ്തഉ, ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ടില്ല, എല്ലാവരും ഒന്ന് ഒരു സാവകാശമായിട്ടുണ്ട് എന്ന് കണ്ടാൽ അഖറ, നബി കുറച്ച് പിന്തിപ്പിക്കും. ഇശാ ബാങ്ക് കൊടുത്ത് എല്ലാവരും എത്തിയിട്ടില്ലെങ്കിൽ ആയിക്കോട്ടെ, എല്ലാവരും വന്നോട്ടെ നിസ്കരിക്കാം എന്ന് പറഞ്ഞ് നബി അങ്ങനെ കാത്തുക്കും. എല്ലാവരും വന്നു കഴിഞ്ഞാൽ നബി അങ്ങനെ നിസ്കരിക്കും. അത് ഇശായിന് മാത്രം. വൽ ഫജ്ർ കാന യുസല്ലിഹാ ബിഗലസിൻ, ഫജ്ർ നബി തങ്ങൾ ഇരുട്ടത്തായിരുന്നു നിസ്കരിച്ചിരുന്നത്. അപ്പം അത് അവ്വൽ വക്തായിരുന്നു അർത്ഥം. നബി ഫജ്ർ നിസ്കരിക്കുമ്പോഴും നല്ല ഇരുട്ടുണ്ടായിരുന്നു. അപ്പം അധികം വൈകാതെ നബി തങ്ങൾ ഫജ്ർ നിസ്കരിക്കാറുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലായി. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. എന്നാൽ അമ്മാ ഫി ഹാലി ശിദ്ദത്തിൽ ഹർരി, അതിശക്തമായ ചൂടുള്ള അവസ്ഥയാണെങ്കിൽ ഫിൽ ളുഹർ, ളുഹറിന് ഫഇന്നൽ അഫ്ളല തഅഖീറുൽ ളുഹ്രി ഹീനഇദിൻ, ആ സമയത്ത് ളുഹറിനെ പിന്തിപ്പിക്കലാണ് അഫ്ളൽ. നല്ല ചൂടുണ്ടെങ്കിൽ പിന്തിപ്പിക്കുക. ഇലാ അൻ യബ്റുദൽ വഖ്തു, ഒരൽപ്പം തണുക്കുന്നവരെ ബിതനാഖുസിൽ ഹർരി വഹുസൂലി ഫൈഇനിൽ ഹീതാനി യംശി നാസു ഫീഹി, ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് ഒരൽപ്പം നെയിലൊക്കെ ഉണ്ടായി ആളുകൾക്ക് ആ ഒരു തണലത്തിൽ നടന്നു പോരാൻ പറ്റും. നട്ടുച്ചക്ക് മരങ്ങൾക്കൊന്നും നെയിലുണ്ടാവില്ല, തണലുണ്ടാവില്ല, അവിടെ ആളുകൾ വെയിലും കൊണ്ട് പോരണം. എന്നാൽ കുറച്ചങ്ങോട്ട് അവർ മറന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും മരങ്ങൾക്കും മതിലുകൾക്കും ചുമരുകൾക്കൊക്കെ പിന്നെ നെയിലായി.
അപ്പം തണലുണ്ടാവും. ആ തണലിലൂടെ ആളുകൾക്ക് ചൂടേൽക്കാതെ പോരാൻ കഴിയും. ആ ഒരു അവസ്ഥയിലേക്ക് പിന്തിപ്പിക്കുക, അതാണ് അഫ്ളൽ. വദാലിക ഫീ ആഖിരി വഖ്തി ളുഹർ, അതെപ്പോഴാ, ഏതാണ് ളുഹറിൻ്റെ അവസാന സമയമാണ്. ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു മർഫൂഅൻ, നബി തങ്ങൾ പറഞ്ഞു, ഇദസ്തദ്ദൽ ഹർറു, സൂര്യൻ ചൂട് കഠിനമായാൽ ഫഅബ്രിദൂ ബിസ്സലാ, നിസ്കാരം അല്പം തണുപ്പിക്കുവീൻ. ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, കാരണം ശക്തമായ ചൂട് നരകത്തിൻ്റെ പുകയാകുന്നു. നരകം തുപ്പുന്നതാണ്. എല്ലാ ദിവസവും നരകത്തിന് ഒരു ശ്വാസമയക്കലുണ്ട്. ആ ശ്വാസമയക്കലാണ് ഇങ്ങോട്ട് ചൂടായി നമുക്ക് ചില സമയത്തൊക്കെ അനുഭവപ്പെടുന്ന ഹദീസിലുണ്ട്. അപ്പം അത് പ്രകാരം അതിശക്തമായ ചൂടാണെങ്കിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ട, അപ്പം ദേശങ്ങൾ വൈകിപ്പിച്ചോളൂ. അപ്പോൾ വാങ്ങു കൊടുക്കാൻ പറ്റില്ല. ബാങ്ക് കൊടുക്കൽ എപ്പോഴാണ് നിസ്കരിക്കുക? എപ്പോഴാണ് ജമാഅത്ത് നടപ്പാക്കുക? അതിന് കണക്കാക്കിയിട്ടാണ് ഹയ്യാൽ സ്വലാത്ത്. ഹയ്യാൽ സ്വലാത്ത് പറയുമ്പോൾ അതൊക്കെ ഇവിടെ വരും. ഇവിടെ നിന്നിട്ട് ചൂടാണ്, ഇനി പിന്നെ നിസ്കരിക്കുക എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മനുഷ്യന്മാർക്ക് ആശ്വാസം കിട്ടാനാണ് വൈകിപ്പിക്കാൻ പറഞ്ഞത്. ഹയ്യാൽ സ്വലാത്ത് കേട്ടാലോ വരണം, അതാണ് നബി അവിടെ വൈകിപ്പിക്കാൻ പറഞ്ഞത്. വൽ ഇബ്രാദു ബിൽ ളുഹരി, ളുഹർ വൈകിപ്പിക്കുന്നത് മുസ്തഹബുൻ, സുന്നത്താണ്. ഫീ ഖൗലി ജംഹൂരി അഹ്ലിൽ ഇൽമി, ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം ഇത്തരം ഘട്ടങ്ങളിൽ ളുഹർ വൈകിപ്പിക്കലാണ് അഫ്ളൽ. വലൈസ ബിവാജിബ്, നിർബന്ധമില്ല എന്നാ ഇജ്മാഅൻ. ബാങ്ക് വൈകിക്കണം അത് പറ്റില്ല, അത് ആൾക്കാരെ പറ്റിക്കലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മസല അവിടെ ബാങ്ക് കൊടുക്കാനും പറ്റില്ല. അതിൽ ബാങ്ക് കൊടുക്കാൻ വന്ന നബി പറഞ്ഞേ ഒക്കെ കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് നബി അവിടെ നിർത്തിച്ചല്ലോ. വെള്ളിയാഴ്ച ദിവസം ളുഹർ പിന്തിപ്പിക്കണമെന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞൊരു മസ്അലയാണ്, ഹദീസിലില്ല. വെള്ളിയാഴ്ച സ്ത്രീകൾ ളുഹർ അല്പം പിന്തിപ്പിക്കുക, കിതാബുൽ ഉമ്മിൽ ഇമാം ഷാഫി ഇത് പറഞ്ഞു. അദ്ദേഹം കാരണം പറഞ്ഞത്, ഒരു പക്ഷെ അവർക്ക് ജുമുഅക്ക് വരാൻ സൗകര്യപ്പെട്ടാൽ പോകാമല്ലോ എന്ന്, അതിനു വേണ്ടിയാണ്, അല്ലാതൊന്നുമല്ല. അപ്പോൾ അവർക്ക് സാധാരണ സ്ത്രീകളാകുമ്പോൾ ഉദറുണ്ടാവും, പോകാൻ കഴിയില്ല. അപ്പോൾ ബാങ്ക് കൊടുത്തുടനെ ളുഹറാണ് നിസ്കരിച്ചാലോ പിന്നെ ഏതായാലും പോകാൻ പറ്റുന്നല്ലോ. അപ്പോൾ ഒരു ദേശം കാത്തിക്കുക, അഥവാ ഇൻ കേസ് പള്ളിക്ക് പോകാൻ പറ്റി എന്നവർക്ക് പോകാം. അല്ല ജുമുഅ കഴിഞ്ഞു, ഇമാം ഷാഫി പറഞ്ഞത് ഇമാമ നിസ്കാരം കഴിയുന്നവരെ പിന്തിപ്പിക്കുക എന്നാണ്. ഇമാമ നിസ്കാരം കഴിഞ്ഞു, അപ്പം ഇനി മനസ്സിലായി ഈ ആഴ്ച ഏതായാലും ജുമുഅക്ക് പോകാൻ കഴിയൂല, അപ്പോൾ ളുഹർ നിസ്കരിച്ചോട്ടെ. അതാണ് മസ്അല. അത് മൂലമാര് പണ്ട് വകുപ്പുണ്ടാക്കൽ, അത് ആണുങ്ങൾ ചോറിന് വരും, അപ്പോൾ ഓർക്ക് ബുദ്ധിമുട്ടാവുന്നതിലേക്കാണ് അവിടെ കുറച്ച് വൈകിപ്പിക്കാൻ പറഞ്ഞത് എന്നാണ് മൂലമാര് ഒപ്പിക്കൽ. അതിനാണെങ്കിൽ വേറെ നിസ്കരിക്കാൻ പറയാൻ വേണ്ടത് അല്ലേ? അവർക്ക് ഒരു ജുമുഅ വരുമ്പോഴത്തേനും വലിയ നിസ്കാരമേ കഴിഞ്ഞാൽ വിളമ്പി കൊടുക്കാൻ സുഖമാണല്ലോ. അതെ. അപ്പോൾ ഇമാം ഷാഫി പറഞ്ഞതാണ്, ഒരു പക്ഷെ അവർക്ക് ജുമുഅയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞേക്കാം. ഫയകുൽ ഇത്തിയാനുഹ ഖൈറൻ ലഹു, അങ്ങനെയാണെങ്കിൽ ആ ജുമുഅക്ക് പോകലാണ് അവർക്കെല്ലാം ഖൈർ. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, ഇമാം ഷാഫി പറഞ്ഞ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, രോഗികൾക്ക്, യാത്രക്കാരന്, അടിമകൾക്ക്, ആ ജുമുഅ നിർബന്ധമില്ലാത്തവർ, അവർക്കൊന്നും ജുമുഅ നിർബന്ധമില്ല, എന്നാലും ഒരു കാത്തിക്കട്ടെ ജുമുഅക്ക് പോകാൻ പറ്റിയാൽ പോകാലോ എന്ന്. അപ്പോൾ 1401 പറഞ്ഞ ഹദീസ് ഇദസ്തദ്ദൽ ഹർറു ഫഅബ്രിദൂ ബിസ്സലാ എന്നാണല്ലോ, നിസ്കാരം നിങ്ങൾ അല്പം വൈകിപ്പിക്കുക. അബ്രിദൂ അത് കൽപ്പനാക്രിയയാണ്, അമ്രാണ്. അമ്ര ഉപയോഗിച്ച സാധാരണ ഉദ്ദേശം വാജിബാണ്. അപ്പം അത് പ്രകാരം ഇങ്ങനെ പിന്തിപ്പിക്കൽ നിർബന്ധമാണോ? അല്ല, അതാണ് അടുത്ത മസ്അല. വൽ ഇബ്രാദു ബിൽ ളുഹരി മുസ്തഹബുൻ, ളുഹർ വൈകിപ്പിക്കുക എന്നത് സുന്നത്താണ്. ഫീ ഖൗലി ജംഹൂരി അഹ്ലിൽ ഇൽമി, ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായപ്രകാരം. വലൈസ ബിവാജിബിൻ, വാജിബല്ല ഇജ്മാഅൻ, വാജിബല്ല ഇജ്മാ ഉണ്ട്, എന്നാൽ മുസ്തഹബാണ് എന്ന് ഭൂരിപക്ഷം പറഞ്ഞിട്ടുമുണ്ട്. അത് തെളിവെന്താണ്? ലിമാ റവാ മുസ്ലിം. അപ്പോൾ ഒരു അമ്ര വാജിബ അല്ല എന്ന് പറയാൻ തെളിവ് വേണം. ഹദീസിൽ ഒരു അമ്ര വന്നാൽ, ഖുർആനിൽ അമ്ര വന്നാൽ ആ അമ്ര വുജൂബിനെ അറിയിക്കുന്നു. ഈ അമ്ര വുജൂബിനല്ല എന്ന് പറയണമെങ്കിൽ തെളിവ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് വുജൂബ് അല്ല എന്ന് പറഞ്ഞു, തെളിവെന്ത്? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, അൻ അംർ ബിൻ അബ്സ ഖാല ഖുൽതു, അംർ ബിൻ അബ്സ പറയാണ്, ഞാൻ പറഞ്ഞു, യാ നബിയല്ലാഹ് അഖ്ബിർനി അമ്മാ അല്ലമക്കല്ലാഹ് വഅജ്ഹലുഹു. അംർ ബിൻ അബ്സ പറഞ്ഞു, ഞാൻ നബിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ
നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നതും എനിക്കറിയാത്തതുമായ കാര്യം നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. അള്ളാഹ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എനിക്കോട്ട് അറിയുകയുമില്ല. അത്രയൊരു കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അതെന്താ? അഖ്ബിർനി അനിസ്വലാ, നിസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. ഖാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു, സ്വല്ലി സ്വലാത്ത സുബ്ഹ്, നീ സുബ്ഹി നിസ്കാരം നിസ്കരിക്കുക. എപ്പോൾ? സുബ്ഹി നിസ്കരിക്കുക. സുമ്മ അഖ്സിർ അനിസ്വലാ, പിന്നെ നീ നിസ്കരിക്കരുത്. സുബ്ഹി കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കരുത്. ഹത്താ തത്ലുഅ ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ. ഹത്താ തർതഫിഅ, ഉദിച്ചാൽ പോരാ, അതൊന്ന് ഉയരുന്നത് വരെ നീ നിസ്കരിക്കരുത്. കാരണം ഫൈനഹാ തത്ലുഉ ഹീന തത്ലുഉ ബൈന ഖർനൈ ശൈത്വാനിൻ, സൂര്യൻ ഉദിക്കുമ്പോൾ പിശാചിൻ്റെ കൊമ്പുകൾക്കിടയിലാണ് അത് ഉദിക്കുക. വഹീന ഇദിൻ യസ്ജുദു ലഹൽ കുഫാർ, ആ സമയത്ത് അവിശ്വാസികൾ ആ സൂര്യനെ സുജൂദ് ചെയ്യുന്ന സമയമാണ്. സൂര്യ നമസ്കാരം, സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ ഉദിച്ചു വരുമ്പോൾ സൂര്യൻ സുജൂദ് ചെയ്യും. അപ്പോൾ ശൈത്താൻ അവിടെ പോയിട്ട് കൊമ്പ് നാട്ടുന്നതാണ്. സൂര്യൻ്റെ ആ ഭാഗത്ത് പിശാച് 2 കൊമ്പ് ഇങ്ങനെ കാട്ടും. അപ്പോൾ ഈ സുജൂദ് ശൈത്താന് കിട്ടിയതാണ്. ശൈത്താൻ്റെ ഒരു കിബറ്, അതിന് വേണ്ടി അവൻ ചെയ്യുന്ന പണിയാണത്. അതുകൊണ്ട് ആ സമയത്ത് നീ നിസ്കരിക്കരുത്. സുമ്മ സ്വല്ലി, പിന്നെ നിസ്കരിച്ചോ. ഉദിച്ചു ഉയർന്നു കഴിഞ്ഞാൽ നിനക്ക് നിസ്കരിക്കാം. ഫഇന്ന സ്വലാത്ത മശ്ഹൂദത്തുൻ മഹ്ദൂറ, ആ നിസ്കാരം നിനക്ക് സാക്ഷിയാകും, പരലോകത്തിൽ നിന്റെ പേര് അവിടെ ഹാജരാക്കപ്പെടുകയും ചെയ്യും. നീ നിസ്കരിക്കാം. ഹത്താ യസ്തഖില്ല ളില്ലു ബിർറുംഹി, നിഴല് കുന്തത്തിന് തുല്യമാകുന്നത് വരെ, അഥവാ നില ഇല്ലാതാകണ വരെ, മധ്യത്തിലേക്ക് എത്തുന്നത് വരെ. സുമ്മ അഖ്സിർ അനിസ്സലാ, പിന്നെ നിസ്കരിക്കരുത്. മധ്യത്തിലേക്ക് എത്ര സമയത്ത് നീ നിസ്കരിക്കരുത്. ഫഇന്ന ഹീന ഇദിൻ തുസ്ജറു ജഹന്നം, ആ സമയത്ത് നരകം ആളിക്കത്തിക്കപ്പെടുന്ന സമയമാകുന്നു. അപ്പോൾ നീ നിസ്കരിക്കരുത്. അപ്പോൾ ഈ ഹദീസ് പ്രകാരം ഇബ്റാദ് നിർബന്ധമില്ല എന്ന് വന്നു. വൈകിപ്പിക്കൽ നിർബന്ധമില്ല. കാരണം പറഞ്ഞ ഇതാണ് കാരണം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല 1403 വൽ ഇല്ലത്തു ലത്തി മിൻ അജ്ലിഹാ ശുരിഅ അൽ ഇബ്റാദു ബിൽ ളുഹർ, ളുഹർ വൈകിപ്പിക്കാൻ പറഞ്ഞത് എന്തിനാണ്? ഹിയമാ യുസീബുൽ മുസല്ലിയ മിൻ മശഖത്തി ശിദ്ദത്തിൽ ഹദ്രി, സ്കരിക്കുന്ന ആൾക്ക് ആ ചൂടിൻ്റെ കാഠിന്യം കാരണം പ്രയാസമുണ്ടാകുമെന്നത് കൊണ്ടാണ് വൈകിപ്പിക്കാൻ പറഞ്ഞത്. പ്രയാസമില്ലെങ്കിലോ വൈകിപ്പിക്കാൻ ആവശ്യമില്ല. വീടിന് മുമ്പ് തന്നെ പള്ളി, വേറെ ചൂടത്ത് പോകാനൊന്നുമില്ല എങ്കിലും ഓക്കെ അവിടെ സ്കരിക്കാം. അപ്പം അങ്ങനെ പ്രയാസമുണ്ടാകുമെന്നത് കൊണ്ടാണ് വൈകിപ്പിക്കുന്നത്. വഴിയിലൊക്കെ പ്രയാസമുണ്ടാകും. നിസ്കാരത്തിനും പ്രയാസമുണ്ടാകും. അപ്പം ഖുശൂ ഒന്നും ഉണ്ടാവില്ല. പോകുന്ന വഴിക്കും ആകെ വിയർത്ത് കുളിച്ച് വന്ന് പള്ളി വന്നാലും ഭയങ്കര ചൂട്, ആ നിസ്കാരാണ്ട് നിസ്കരിച്ചതേ ഉണ്ടാവുള്ളൂ, ഒരു ഖുശൂ ഒന്നും ലഭിക്കുകയില്ല. വലിഹാദ, അതിനാൽ അപ്പം ഇത് ഇബ്റാദ് വൈകിപ്പിക്കുന്നത് പറഞ്ഞൊരു കാരണമുണ്ട്. ആ കാരണം എന്താണ്? ചൂട് കൊണ്ട് പ്രയാസമുണ്ടാകുമെന്ന കാരണമാണ്. അപ്പം കാരണമില്ലെങ്കിലോ വൈകിപ്പിക്കേണ്ടതില്ല. ഫൈനഹു ഇദാ കാന ലാ മശഖത ഫി തബ്കീർ ബിൽ ളുഹർ, ളുഹർ നേരത്തെ നിസ്കരിച്ചാൽ ഒരു പ്രയാസവും ഇല്ലെങ്കിലോ, ളുഹർ നേരത്തെ നിസ്കരിക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതുപോലെ ത്വരീഖ് മുദല്ലലൻ, വഴി നല്ല തണലുള്ള വഴിയാണ്, പള്ളിക്ക് വരാനുള്ള വഴിക്കൊന്നും വെയിലുണ്ട് ആവശ്യമില്ല. ഇപ്പോൾ ഒരു മാർക്കറ്റിനുള്ളിലെ പള്ളിയാണ്, എവിടെയും വെയിലൊന്നുമില്ല, കംപ്ലീറ്റ് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. നേരെ ആൾക്കാർ അവിടെ നിന്ന് കടന്ന് പള്ളിക്ക് കടന്നാൽ മതി, വെയിലത്ത് നടന്നു പോകാനൊന്നും ഇല്ല. ഔകാന മസ്ജിദു ഖരീബൻ മിൻ ജമീഇൽ മുസല്ലീൻ, അല്ലെങ്കിൽ എല്ലാ ആളുകളിലും പള്ളിൻ്റെ അടുത്ത് തന്നെയാണ്, ദൂരെ നിന്നും ആളുകൾ വരാനില്ല. പള്ളിന് ചുറ്റുഭാഗത്ത് താമസിക്കുന്ന മനുഷ്യന്മാർ വരാൻ, ചുറ്റുഭാഗത്ത് താമസിക്കുന്ന ചുറ്റുഭാഗത്ത് കച്ചവടം ചെയ്ത ആളുകൾ അവരാണ് വരാനുള്ളത്. വക്കാന മസ്ജിദ് മുക്കയ്യഫൻ, പള്ളി ഏസുള്ള പള്ളിയുമാണ്. കമാഹുൽ വാഖിഉ ഫി കസീർ മിൻ ബിലാദി മുസ്ലിമീൻ, ഇന്ന് മിക്കവാറും നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ ചൂടൊന്നുമില്ല, അവർക്ക് എത്തിയാകെ നല്ല ആശ്വാസമാണ്. എങ്കിൽ ഫഇന്നഹു ലാ യുശ്റഉ തഅഖീറു ഹീനഇദിൻ, അപ്പോൾ വൈകിപ്പിക്കൽ പ്രത്യേകിച്ച് നിയമമില്ല. അപ്പോൾ ചിലപ്പോൾ ആൾക്ക് പള്ളിക്ക് വരുമ്പോൾ ആശ്വാസമായിരിക്കും, ഒന്ന് ചൂടുന്ന ഒന്ന് ഫ്രീ ആണെന്നുള്ളത്. പള്ളിക്ക് വന്നാൽ നല്ല ഏസക്കെട്ട് കുറച്ച് നേരം പള്ളിക്ക് ഇരുന്ന് ഓർക്കൊരു ആശ്വാസമായി പോയി. അവിടെ ഒരു പക്ഷെ നേരത്തെ നിസ്കരിക്കലായിരിക്കും ഒരു കുറച്ചും കൂടെ സൗകര്യം. അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്തിപ്പിക്കേണ്ടതില്ല. ലിസബാദിൽ ഇല്ലത്തില്ലത്തി ശുരിഅൽ ഇബ്റാദു മിൻ അജ്ലിഹാ, എന്തിനാണോ വൈകിപ്പിക്കാൻ പറഞ്ഞത് ആ കാരണം ഇവിടെ ഇല്ല, അതുകൊണ്ട് പിന്നെ വൈകിപ്പിക്കേണ്ടതും ഇല്ല എന്ന് മനസ്സിലാക്കാം. 1405 വൽ ഇബ്റാദു, ഇനി വൈകിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തണുപ്പിക്കുക. യകൂനു ബിതഅഖീരി ളുഹ്രി ഇലാ ഖുർബി വഖ്തിൽ അസ്ർ, ളുഹ്ർ നിസ്കാരം
അസറിൻ്റെ സമയത്തിൻ്റെ ഏതാണ്ട് ആ അടുത്തേക്ക് നീട്ടിവെക്കുക. അതാണ് വൈകിപ്പിക്കൽ. ഒരു 10 മിനിറ്റ് കൂടി കിട്ടുക എന്നുള്ളത്. അപ്പോൾ 20 മിനിറ്റ് ജമാഅത്തിനുള്ളത് 30 മിനിറ്റ് ആക്കി അവിടെ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതാണ്ടൊരു 2.5-3 മണിക്ക് നമസ്കരിക്കുക ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതാണ് ഇബ്രാദ്. ലിമാ റവൽ ബുഖാരിയു, അതാണ് ഇബ്രാദ്. എവിടുന്ന് കിട്ടി? ഇമാം ബുഖാരി ഹദീസ്. അൻ അബീ ദർരിൻ ഖാല, അബൂ ദർ ഗിഫാരി പറയുന്നു, കുന്നാ മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ, ഞങ്ങൾ നബിയോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. ഫഅറാദൽ മുഅദ്ദിനു അൻ യുഅദ്ദിന, അങ്ങനെ മുഅദ്ദിന് ബാങ്ക് വിളിക്കാൻ തുനിഞ്ഞു. ളുഹറിന്റെ സമയമായപ്പോൾ മുഅദ്ദിൻ ബാങ്ക് വിളിക്കാൻ നിന്നു. ഫഖാല ലഹു അബ്രിദ്, അവനെ പേര് നിൽക്ക്, ആയിട്ടില്ല, ലേശൂടെ കഴിഞ്ഞിട്ട് ബാങ്ക് വിളിക്കാം. സുമ്മ അറാദ അൻ യുഅദ്ദിന, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മുഅദ്ദിന് പിന്നെയും ബാങ്ക് കൊടുക്കാൻ ഒരുങ്ങി. ഫഖാല ലഹു അബ്രിദ്, അപ്പോഴും നബി പറഞ്ഞു ആയിട്ടില്ല, കുറച്ചുകൂടെ തണുക്കട്ടെ. സുമ്മ അറാദ അൻ യുഅദ്ദിന, പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ മുഅദ്ദിൻ ബാങ്ക് വിളിക്കാൻ നിന്നു. ഫഖാല ലഹു അബ്രിദ്, ആയിട്ടില്ല. ഹത്താ സാവല്ലില്ലു അത്തലൂല, അങ്ങനെ നെയ്യല് കുന്നുകളോടൊക്കെ തുല്യമാകുന്നത് വരെ നബി അങ്ങനെ പറഞ്ഞതാണ്. ചെറിയ ചെറിയ കുന്നൊക്കെ അതിലൊക്കെ നെയ്യിൽ വന്ന് തണലൊക്കെ വന്ന് ഏതാണ്ടൊരു ആശ്വാസം കിട്ടുന്ന സമയത്തേക്ക് എത്തുന്ന വരെ നബി വൈകിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ആയപ്പോഴോ ഫഖാല നബി അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ശിദ്ദത്തുൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, കഠിനമായ ചൂട് നരകത്തിൻ്റെ പുകയുടെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞു. ഒരു അന്നഹാദാ ഹുവല്ലദീ തതഹഖഖു ബിഹി ഇല്ലത്തുൽ ഇബ്രാദ്, അങ്ങനെ ആയെങ്കിലേ ഈ വൈകിപ്പിച്ചതിന് ഗുണമുള്ളൂ. അല്ലാതെ ഇപ്പോൾ 20 മിനിറ്റുള്ള കാമത്ത് 30 മിനിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരാശ്വാസം കിട്ടാനൊന്നുമില്ല. അപ്പം ഈ ആശ്വാസം കിട്ടാനാണെങ്കിൽ ഏതാണ്ട് വലിയ ചൂടൊക്കെയാണ് അമർന്നിട്ട് വേണം ളുഹർ നിസ്കരിക്കാൻ. അതാണ് സുന്നത്ത്. ആ സാഹചര്യം ഉണ്ടെങ്കിൽ, ഇന്നത്തെ പോലെ നല്ല വണ്ടിയുണ്ട്, വണ്ടിയിൽ എ സി ആണ്, പോരാൻ ബുദ്ധിമുട്ട്, ഇവിടെ പള്ളിക്ക് എ സി ആണ്, പ്രയാസമൊന്നുമില്ല എങ്കിലൊക്കെ നമുക്ക് ഇപ്പോഴുള്ള പോലെ തന്നെ നിസ്കരിച്ച് പോവുകയും ആവാം. വയുംകിനു തഖ്ദീറുൽ ഇബ്രാദി ബിസ്സാഅ, അപ്പം ഈ മണിക്കൂർ കണക്കാക്കുകയാണെങ്കിൽ അൻ തുസല്ലി അൽ-ളുഹ്റ ഖബ്ല ദുഖൂലി വഖ്തിൽ അസ്രി ബിമാ യഖ്റുബു മിൻ നിസ്ഫി സാഅ, അസ്റിൻ്റെ സമയമാകുന്നതിൻ്റെ ഏതാണ്ട് 1/2 മണിക്കൂർ മുമ്പ് നിസ്കരിക്കുക. അതാണ് മണിക്കൂർ കണക്കാക്കി പറയുകയാണെങ്കിൽ നമുക്കിത് പറയാനുള്ളത്. അപ്പം ഇന്നിപ്പോൾ 4 മണിക്കായിരിക്കും ഇപ്പം ഇന്ന് അസ്ർ ബാങ്ക്, അപ്പോൾ 3:30 മണി അല്ലെങ്കിൽ 3:15 മണി അല്ലെങ്കിൽ 3:00 ശേഷം ളുഹർ നിസ്കരിക്കുക. ചൂടാണെങ്കിൽ ആ ചൂടുന്നൊരു ആശ്വാസം കിട്ടാൻ, അതാണ് ഈ ഹദീസ് പ്രകാരം ഒരാൾക്കുള്ളത്. വല്ലാഹു അഅലം. അവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ അടുത്ത മസ്അല, ഇത് ഒറ്റ നിസ്കരിക്കാർക്കും ബാധകമാണോ എന്നാണ്. ഒറ്റ നിസ്കരിക്കാർക്ക് ബാധകമാണോ, ജുമുഅക്ക് ഇത് ബാധകമാണോ? ജുമുഅയും അതേ പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ ജുമുഅക്കും ഇത് തന്നെ ബാധകമാണോ എന്നൊക്കെയാണ് അടുത്ത മസ്അലകൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഏതെന്നാലും പഠിച്ച കാര്യങ്ങൾ പരമാവധി അമൽ ചെയ്യാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. അല്ലാഹു തആല എല്ലാ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.